മാസ്റ്റർ ഷിബു പീഡിയയ്ക്കൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ കേരളം ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ചാനലുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും അറിയാൻ വലിയ പാടാണ്. 99% ഈ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വാർത്തകളാണ് രംഗത്ത് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അറിയണം. എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ അവസ്ഥ, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ യഥാർത്ഥമായ ഒരു അവസ്ഥ എന്താണെന്നൊന്ന് അറിയണം എന്ന് ചിന്തിച്ചാണ് ഇന്ന് പാസ്റ്റർ ഷിബു പീഡിയക്കലിനെ ലൈവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ വളരെ തിരക്കുള്ള സമയത്തും നമ്മുടെ ചാനലിന് വേണ്ടി അല്പം സമയം അനുവദിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. പല കാര്യങ്ങളും ചോദിക്കാനായിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു. എന്താണ് ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? യുദ്ധം വെടിനിർത്തലായല്ലോ. ഇനിയിപ്പം നമ്മളിപ്പോ അനന്തര ഫലങ്ങളെ പറ്റിയല്ലേ ചിന്തിക്കണ്ടേ. ഇപ്പം സാജി പാസ്റ്റർ പറഞ്ഞ പോലെ ഈ കേരളത്തിലെ മാധ്യമങ്ങള് കേരളത്തിലെ ആളുകളോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. കാരണം ഇന്ന് നാട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചപ്പോ അവര് പറയാണ് ട്രംപ് പേടിച്ചു പോയല്ലോ. അപ്പൊ ഞാൻ ആദ്യം ഓർത്ത് ഒരു തമാശ പറയാന്ന്, പിന്നെ അതൊക്കെ വളരെ സീരിയസ് ആണ്. അപ്പൊ അവിടുത്തെ ഈ മാധ്യമങ്ങൾ മുഴുവൻ ആ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇറാന്റെ എന്തോ ബോംബ് ഖത്തറിൽ വന്നപ്പോ ട്രംപ് പേടിച്ചിട്ട് വെടിനിർത്തി എന്നൊക്കെയാണ് ഇപ്പോ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ശരിക്കും ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ കാരണം എന്താ? ശരിക്കും ഇറാന് ഇസ്രായേലിനെ അമേരിക്കയ്ക്കും ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കല്ലേ. ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കിനെ ചേർന്നതാണോ അത്? ഒരു രാജ്യം പറയുകയാണ് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക നശിപ്പിക്കും എന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുക. വെല്ലുവിളി ഉയർത്തുന്നതിനോടൊപ്പം തന്നെ അവര് അണുആയുധം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. അങ്ങനെ വന്നതുകൊണ്ട് ഇസ്രായേല് അതുതന്നെയല്ല ഈ പ്രോക്സി വാർ, ഈ ഇറാനാണ് ഈ പറഞ്ഞ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഹമാസ്, ഹിസ്ബുള്ള അങ്ങനെയൊക്കെയുള്ള ഈ സംഘടനകള് ഇസ്രായേലിന് ചുറ്റും നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുക, നിരന്തരം ഇസ്രായേലിന്റെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്ന മുഴുവൻ ഫണ്ട് ചെയ്യുന്നതും ആയുധങ്ങൾ കൊടുക്കുന്നതും എല്ലാം ഇറാനാണ്. അപ്പൊ അതൊരു പരിധി വിട്ടു കഴിഞ്ഞപ്പോ അവരുടെ പറഞ്ഞു. അതെന്തിനാണ് ഈ ഇറാൻ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ്? മതപരമായ വൈരാഗ്യം, വേറൊരു വൈരാഗ്യം അല്ല. അത് ഇച്ചിരോടൊരു വ്യക്തമായി പറ. നമ്മുടെ ഒരു ചാനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് പറയാൻ. ഇസ്രായേലിനെതിരായിട്ടുള്ള മതപരമായ അസഹിഷ്ണുത കൊണ്ടാണ് ഇറാന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ മത നേതൃത്വമാണ്. ഇപ്പം ആയത്തുള്ള ഖൊമൈനി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു ഖൊമൈനി ഉണ്ടായിരുന്നു. ആ ഖൊമൈനിയാണ് ഒറിജിനൽ ഖൊമൈനി. പുള്ളി സദാം ഹുസൈനുമായിട്ട് 88 യുദ്ധം നടത്തിയ ഖൊമൈനി. അദ്ദേഹത്തിന് ശേഷം വന്ന ഖൊമൈനി. ഇതിൽ രണ്ടുപേരാ. ഈ ഇറാന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇത് മത നേതൃത്വമാണ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ല. അപ്പൊ അവരെ സംബന്ധിച്ച് മതത്തിനാണ് പ്രാമുഖ്യം, മതവിശ്വാസമാണ്, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി. അപ്പം അവസാനത്തെ യഹൂദനെ ഇല്ലാതെ ആക്കണമെന്നുള്ളത് അള്ളാഹുവിന്റെ നിർണയവും മുഹമ്മദിന്റെ അഭിലാഷവും. അപ്പൊ അത് നടപ്പാക്കാൻ വേണ്ടി അവര് ഇറങ്ങി പുറപ്പെടുന്നു, ഇസ്രായേലിനെ തുടച്ചു നീക്കുക. അല്ല, അത് ഇത്രമാത്രം ഈ വൈരാഗ്യം വരാനുള്ള ഒരു പശ്ചാത്തലം കൂടെ ഒന്ന് വിവരിക്കുക. കാരണം ഒരു മതത്തിൽപ്പെട്ട ആളുകൾ മറ്റൊരു മതത്തെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ അതിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്താണ് അതിന്റെ ഒരു ബേസിക് റീസൺ? അതിന്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാല് ഈ വില്യം ഷേക്സ്പിയർ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ വലിയൊരു വില്യം ഷേക്സ്പിയറിന്റെ സാഹിത്യകാരനെ. ഈ വില്യം ഷേക്സ്പിയർ ഒറിജിനലി ഒരു കർട്ടൻ റൈസർ ആയിരുന്നു. ഈ കർട്ടൻ വലിക്കുന്ന ആളായിരുന്നു ഈ നാടകത്തിന്. അന്ന് ഈ വലിച്ചു പിടിക്കണമായിരുന്നു കർട്ടൻ, ഇന്നത്തെ രീതിയിലുള്ള കർട്ടൻ ഒന്നും. അപ്പൊ അങ്ങനെ ഈ നാടകത്തെ സഹായിച്ച് നടന്നതാണ് ഇദ്ദേഹം. അന്ന് ഇറ്റലിയിൽ നിന്നൊരു വലിയ നാടകകൃത്ത് ഇംഗ്ലണ്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ 1-2 ചെറിയ നാടകമൊക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ ട്രങ്കില്, ഈ നമ്മുടെ നാട്ടിലൊക്കെ ട്രങ്ക് വെട്ടി എന്ന് ചിലർ പറയും, ട്രങ്ക്, അദ്ദേഹത്തിന്റെ ഈ ഇരുമ്പ് ട്രങ്കിനകത്ത് നിറയെ നാടകങ്ങളാണ്, പലതരം നാടകങ്ങളും കവിതകളും എല്ലാം എഴുതി വെച്ചിരിക്കുക. ഇത് ഈ വില്യം ഷേക്സ്പിയർ കണ്ട. അദ്ദേഹത്തിന് ഒരു ക്രിസ്റ്റഫർ മാർലോ എന്നാണ്. ഈ ക്രിസ്റ്റഫർ മാർലോയെ വില്യം ഷേക്സ്പിയർ കുത്തിക്കൊന്നിട്ട് അദ്ദേഹത്തിന്റെ നാടകം മുഴുവൻ മോഷ്ടിച്ചു, ഓരോന്നോരോന്നായി തന്റെ പേര് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ വില്യം ഷേക്സ്പിയർ ഒറിജിനലി വില്യം ഷേക്സ്പിയറിന്റെ നാടകമൊക്കെ എഴുതിയത് ക്രിസ്റ്റഫർ മാർലോയെ.
അപ്പൊ ഈ ക്രിസ്റ്റഫർ മാർലോയുടെ നാടകം മോഷ്ടിച്ചിട്ട് ഈ ക്രിസ്റ്റഫർ മാർലോയെ കൊല്ലാതെ വിട്ടാൽ എങ്ങനെയായിത്തീരും? ഇത് ക്രിസ്റ്റഫർ മാർലോയുടെ ആണ് പുള്ളിയും പറയും, നാട്ടുകാരും പറയില്ലേ. അതെ അതെ. എന്ന് പറഞ്ഞ പോലെ യഹൂദന്റെ മതപുസ്തകത്തിലെ സംഭവങ്ങളൊക്കെ അടിച്ചു മാറ്റി സ്വന്തമായിട്ട് മതം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ യഹൂദൻ ഇല്ലാതെ ആയെങ്കിലേ എന്തുണ്ടാകത്തുള്ളൂ, ഇവർക്കൊരു നിലനിൽപ്പുണ്ടാകത്തുള്ളൂ. അപ്പൊ യഹൂദൻ ഇല്ലാതെയായി, യഹൂദൻ AD 70 ഇല്ലാതെയായി, ചെതറപ്പെട്ടു. അത് കഴിഞ്ഞ് 6-ാം നൂറ്റാണ്ടിൽ ഇവര് മതം ഉണ്ടാക്കുന്നത്. 6-ാം നൂറ്റാണ്ടിൽ ഇവര് മതം ഉണ്ടാക്കിയപ്പോ ഇതിന്റെ ഒറിജിനൽ ഏതാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 1948 ആയപ്പോ ഇസ്രായേൽ എന്ന് പറഞ്ഞത് കുറെ അവന്മാര് പഴയ പുസ്തകവും പഴയ ഹീബ്രു ഭാഷ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതും കൊണ്ട് വരുന്നു. അപ്പം ഇവരുടെ ഒറിജിനൽ പാരമ്പര്യം ക്ലെയിം ചെയ്യാൻ വേറൊരു നേഷൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ചൂടടിച്ചു. ഇതാണ് മുസ്ലിങ്ങൾ യഹൂദരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ ക്രക്സ്. ഇപ്പൊ പിടികിട്ടിയോ? പക്ഷെ യഹൂദന് മുസ്ലിമിനോട് വൈരാഗ്യമൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ, അങ്ങനെ വരത്തില്ലല്ലോ. മനസ്സിലായോ? അങ്ങനെ വരത്തില്ല. അപ്പൊ കാരണം അവന്റെ പുസ്തകത്തിലെ കുറെ കഥയൊക്കെ എടുത്ത് കുറെ പേര് നിൽക്കുന്നു, അവർക്ക് അങ്ങനെ വിരോധമൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ പ്രൊസലൈറ്റൈസിങ് ചെയ്തില്ല. പ്രൊസലൈറ്റൈസേഷൻ എന്ന് പറഞ്ഞ മതപരിവർത്തനം. ഈ മതപരിവർത്തന ഉദ്ദേശവും ഈ രാഷ്ട്രീയ അധിനിവേശം എന്ന് പറഞ്ഞാൽ ഒരു ആഗോള രാഷ്ട്രീയ അധിനിവേശ താല്പര്യം യഹൂദനില്ല. യഹൂദനെ സംബന്ധിച്ച് അവർക്ക് മറ്റുള്ളവരെല്ലാം ജൂതമതത്തിലോട്ട് ചേർക്കണമെന്നും ഒരുപാട് ആളുകളെ രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി ഒരു ജൂത സാമ്രാജ്യം സ്ഥാപിക്കണമെന്നൊന്നും അവർക്കൊരു ഉദ്ദേശമില്ല. ഇവർക്ക് അങ്ങനെയുണ്ട്. അല്ല, അതെനിക്ക് മനസ്സിലായി. കാരണം യൂതനെ സംബന്ധിച്ച് യൂതന്റെ കൂട്ടത്തിൽ ഒരാൾ കൂടുന്നതിനോട് അവന് വലിയ താല്പര്യമൊന്നുമില്ല, മതപരിവർത്തനം അവനില്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വന്നത്, ഈ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീരുന്നതിന് വേണ്ടി ഇറാൻ സപ്പോർട്ട് ചെയ്തു എന്നും ഇറാൻ അതിൻ്റെ അകത്ത് ഒപ്പുവെച്ചു എന്നും ഒരു ചെറിയ ന്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? അതായത് ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീരാൻ ഇറാൻ സപ്പോർട്ട് ചെയ്തു എന്ന് ഒരു ചാനൽ ഇങ്ങനെ ഒരു ചർച്ച കേട്ടു. എന്ന് സപ്പോർട്ട് ചെയ്യുന്നു? അതായത് ഇസ്രായേൽ ഞാൻ അതിനെ പറ്റി പറയാം. 1979 ഇന്നത്തെ ഇറാൻ റെജീം, ഈ ഇസ്ലാമിക ഭരണം ഇറാനി വരുന്നേ. ഇസ്രായേൽ ഉണ്ടാകുന്ന 1948 അതെ. അപ്പൊ ഇറാൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരേ ഇറാൻ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് സാലി ഭാഷക്ക് പിടി കിട്ടിയോ? മനസ്സിലായി. അത് യഹോവയുടെ വിഷയം പോലെ തന്നെയാണ്. ഇന്നത്തെ ഇറാനിയൻ ഭരണകൂടം വരുന്നത് 1979 അപ്പൊ ഈ തീവ്ര മുസ്ലിം നിലപാടുകളുള്ള ഭരണകൂടം വരുന്ന 79. അപ്പൊ അതിനു മുമ്പുള്ള കാര്യം നമ്മൾ എടുത്തിട്ട് കാര്യമുണ്ടോ? അതിന്റെ കാര്യമില്ല. അതാ, അത് വെളുപ്പിക്കാൻ വേണ്ടിയാണെന്നേ, വെളുപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ ടിപ്പു സുൽത്താൻ ഒരു ക്രൂരനായ വൃത്തികെട്ട മതപരിവർത്തകൻ, അതിൽ കൂടുതലൊന്നുമില്ല എന്ന് പറയുമ്പോ അയ്യോ ടിപ്പു സുൽത്താൻ നല്ല മനുഷ്യനായിരുന്നു, പുള്ളി അവിടെ 2 കൊണ്ടോട്ടി 2 കോഴിക്കൂടിന് പെയിന്റ് അടിച്ചു കൊടുത്തായിരുന്നു, നല്ല മനുഷ്യൻ. ഇങ്ങനെയൊക്കെയുള്ള ന്യായമായിട്ട് കുറെ പേര് ഇറങ്ങുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞ ടിപ്പു സുൽത്താൻ ആരാണ്? ടിപ്പു സുൽത്താൻ പോയ വഴിക്ക് മുഴുവൻ ഇത്ര പേരെ ഞാൻ മതപരിവർത്തനം നടത്തി, എതിർത്ത് ഇത്ര പേരെ കൊന്നു എന്ന് പറഞ്ഞ് ഡയറി എഴുതി വെക്കുക. അങ്ങനെ മതപരിവർത്തനം നടത്തി വന്ന കേരളത്തിൽ സുറിയാനി ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ കുന്നംകുളത്തൊക്കെ ആർത്താറ്റു പള്ളിയൊക്കെ നശിപ്പിച്ചു, അവിടെ വൈദികനെ വെട്ടിക്കൊന്നു. അങ്ങനെ വന്ന ടിപ്പു സുൽത്താനോടുള്ള വിരോധം കൊണ്ട് പിൽക്കാലത്ത് ഈ സുറിയാനി ക്രിസ്ത്യാനികള് തങ്ങളുടെ പട്ടികൾക്കെല്ലാം ടിപ്പു എന്ന പേരിട്ടോണ്ടിരുന്നത്. ടിപ്പു എന്നുള്ളത് പട്ടിയുടെ പേരാണ്. പക്ഷെ ആ പട്ടിയായിട്ട് സുറിയാനി ക്രിസ്ത്യാനികൾ കണ്ട ടിപ്പുവിനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് പലതവണ മുസ്ലിം ലീഗിന് കിട്ടിയപ്പോ പാഠപുസ്തകത്തിൽ മുഴുവൻ ടിപ്പു മഹാനായി. ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട് മഹാനായി ടിപ്പു എന്ന് പറഞ്ഞ പാഠം. പിന്നെ മനോരമക്കാര് എന്തും കിട്ടിയാലും വിറ്റ് കാശാക്കുന്ന മനോരമക്കാര് സുറിയാനി ക്രിസ്ത്യാനികളുടെ ജീവനും സ്വത്തും അപഹരിക്കുകയും അവരുടെ സ്ത്രീകളുടെ അഭിമാനത്തെ വരെ കവരുകയും ചെയ്ത ടിപ്പുവിന്റെ പേരിൽ അമർചിത്രകഥ എന്നൊക്കെ പറഞ്ഞിറക്കി അവമാനം പൈസ ഉണ്ടായി. അങ്ങനെ ടിപ്പുവിന്റെ സ്മാരകമായി, ടിപ്പു മഹാനായി. സത്യത്തിൽ ടിപ്പു ആരായിരുന്നു? ടിപ്പു ഒരു ക്രിമിനൽ ആയിരുന്നു, വേറൊന്നുമല്ല. പക്ഷേ മതതീവ്രവാദിയുമായിരുന്നു, ക്രിമിനലായിരുന്നു. അപ്പൊ ടിപ്പുവിനെ ബ്രിട്ടീഷുകാരെ എതിർത്തു എന്നതുകൊണ്ട് മാത്രം പുള്ളി സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടൊക്കെ വാഴ്ത്തപ്പെടുക. ദേശസ്നേഹി ഒരിക്കലും അല്ല. അദ്ദേഹം ദേശസ്നേഹി അല്ല, അദ്ദേഹം വെറും ഒരു ക്രിമിനലും പക്ക മതപരിവർത്തകനുമായിരുന്നു. അദ്ദേഹം ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. ഈ വടക്കൊക്കെ ഈ ചെറുശ്ശേരി എന്നൊക്കെ ഉള്ള കവിയൊക്കെ ഉണ്ടോ, പുരാതന കവിത്രയങ്ങളുണ്ടല്ലോ, അതിനകത്ത് ചെറുശ്ശേരിയുടെ ഇല്ലൊക്കെ അതൊക്കെ ഉള്ള ടിപ്പുവിന്റെ പടയോട്ട് അവിടെയൊന്നും ഒരു അടയാളപ്പെടുത്തൽ പോലും ഇല്ല. അതൊക്കെ കംപ്ലീറ്റ് നശിപ്പിക്കും. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ
ഈ സുറിയാനി ക്രിസ്ത്യാനികളൊക്കെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതാണ് ടിപ്പു. അപ്പൊ എന്നിട്ട് ചരിത്രം വന്നിട്ട് നമ്മൾ പോയി സ്കൂളിൽ പോയിരുന്ന് പഠിക്കുക എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗിന് ഇത് കിട്ടിയതാണ്. മുസ്ലിം മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോ ടിപ്പു മഹാനായി. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയി. അതായത് ഇപ്പൊ പാസ്റ്റർ പറഞ്ഞതനുസരിച്ച് യഹൂദനോടുള്ള വൈരാഗ്യം ഈ ഇറാൻ അല്ലെങ്കിൽ ഇവർക്കുണ്ടാകാനുള്ള കാരണം അവരുടെ ഗ്രന്ഥം ഇവർ കൈവശമാക്കി, അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഓരോ യഹൂദനെയും ലോകത്തിൽ ഒരു യഹൂദൻ പോലും ഇല്ലാതെ നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇറാൻ മുമ്പോട്ട് വെച്ചത്. ഈ ലോകത്ത് യഹൂദൻ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുക, അവർക്കൊരു ഐഡന്റിറ്റി ഒന്നും ഇല്ലായിരുന്ന കാലത്ത് അവരൊരു ഇൻസിഗ്നിഫിക്കന്റ് ഗ്രൂപ്പാണ്. ഉദാഹരണം പറഞ്ഞ 1900 AD 70 ചെതറപ്പെട്ട യഹൂദന് പിന്നീട് നിവർന്നു നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ലോകത്ത് പല ജനതകളിലോട്ട് പോയ അവരെ സംബന്ധിച്ച് എബ്രായ ഭാഷ തന്നെ ഭൂമിയിൽ ഇല്ലാതെയായി. എബ്രായ ഭാഷ ഇല്ലാതെയായി, യഹൂദൻ എന്നൊരു ഐഡന്റിറ്റി ഇല്ലാതെയായി, ഒന്നും ഇല്ലാതെയായി. അപ്പൊ ഇവർക്ക് സൗകര്യം. അപ്പൊ യഹൂദിന്റെ ആ ഒരു ഷെയർഡ് ആൻസസ്ട്രി, ട്രഡിഷൻ, ആ ലെഗസി എല്ലാം ക്രിസ്ത്യാനികൾ എൻജോയ് ചെയ്തു, മുസ്ലിങ്ങളും എൻജോയ് ചെയ്തു. ക്രിസ്ത്യാനികൾ പഴയ നിയമം എന്ന് പറഞ്ഞ് അതെടുത്ത് വെച്ച് ഞങ്ങളുടെ പിതാവായ പൂർവ്വ പിതാവാം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരും ഗ്ലോറി ഗ്ലോറി. പെന്തക്കോസുകാരാണെങ്കിൽ പോലും അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, എന്ത് ബന്ധമാണെന്നില്ലേ ഈ പെന്തക്കോസുകാർക്ക് അബ്രഹാമുമായിട്ട്. അപ്പൊ ആ രീതി യഹൂദന്റെ പാരമ്പര്യവും പൈതൃകവും ശ്രേയസ്സും ആഭിജാത്യവും കുലമഹിമയും എല്ലാം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടെ പങ്കുവച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 1948 ഈ യഹൂദൻ ഇസ്രായേൽ ഉണ്ടാക്കിക്കൊണ്ട് അത് കഴിഞ്ഞ് ബെൻഗുരിയൻ സർവകലാശാല ഉണ്ടാക്കി ഹീബ്രു ഭാഷയെ അവർ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇല്ലാതായി പോയ ഭാഷയെ അവർ തിരിച്ചെടുത്തു. അത് വലിയ അപ്പീലൊക്കെ അയച്ച് ഏതെങ്കിലും ഹീബ്രു വാക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൊണ്ട് കൊടുക്കണമെന്ന് അങ്ങനെ ഹെബ്രായ ഭാഷ, ഇന്നത്തെ മോഡേൺ ഹീബ്രു എന്ന് പറഞ്ഞവരുണ്ടാക്കി. അങ്ങനെ അവരുണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അസഹിഷ്ണുത വന്നില്ല. കാരണം യഹൂദനായിട്ട് അംഗീകരിക്കാൻ, അല്ലെ യഹൂദൻ ഉണ്ടായിക്കോട്ടെ, അത് യഹൂദൻ എന്ന നിലയ്ക്ക് അവരുടെ അസ്തിത്വവും ഈ ക്രിസ്ത്യാനിറ്റിയുടെ ട്രഡീഷൻ വന്നിരിക്കുന്ന ജൂയിഷ് ലൈനിലാണെന്ന്, ഈവൻ യേശുക്രിസ്തു തന്നെ ഒരു യഹൂദനാണെന്നുള്ള അക്നോളജ്മെന്റ് ഉള്ളതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അതിൽ വലിയ അസഹിഷ്ണുത വന്നില്ല. പക്ഷെ മുസ്ലിങ്ങൾക്ക് വലിയ വിഷമമാണ്. കാരണം ഈ പൈതൃകവും ഇത് മുഴുവൻ തങ്ങളുടേതാണ്. അപ്പൊ അതുകൊണ്ടാണ് യഹൂദനോടുള്ള വൈരാഗ്യം. അത് തന്നെയല്ല, അവരുടെ പഴയ ഈ യഹൂദനുമായിട്ട് ഈ നബിയൊക്കെ യുദ്ധം നടത്തിയ കാലത്തെ കുറിപ്പുകളുള്ള ഹദീസുകളിലൊക്കെ ഒരുപാട് ജൂതവിരോധമൊക്കെ ഉണ്ട്. അപ്പം യഹൂദനെ കംപ്ലീറ്റ് നശിപ്പിക്കണം. പിന്നെ ഇസ്രായേൽ എന്ന രാജ്യം അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ അസഹിഷ്ണുതയിൽ നിന്ന് ഈ വൈരാഗ്യം വന്നിട്ടുള്ളത്. അത് മതപരമാണത്, രാഷ്ട്രീയമല്ല. രാഷ്ട്രീയമായ ഒരു പ്രശ്നമായിരുന്നു പണ്ട് ഐക്യരാഷ്ട്ര സംഘടനയെ പറഞ്ഞു തീർക്കായിരുന്നു. മതപരമായ വിഷയം അങ്ങനെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഇസ്രായേലും ഇറാനും തമ്മിൽ ഉണ്ടായ ഒരു ഈ യുദ്ധത്തിൽ അതിൻ്റെ അകത്ത് പ്രധാന ഘടകം എന്താണ് അതിന്റെ ഒരു പ്രധാന റീസൺ എന്താണ്? ഒന്നാമത്തെ റീസൺ പറഞ്ഞു, യഹൂദനെ നശിപ്പിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും, അങ്ങനെ തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രങ്ങൾക്കും അവരുടെ ഒരു ലക്ഷ്യമാണത്. അത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ഇസ്രായേലും ഹമാസും ഒക്കെ ആയിട്ട് യുദ്ധം നടക്കുന്ന ഈ സമയത്ത് ഈ ഇറാൻ അതിൻ്റെ അകത്ത് ഏറ്റുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇറാൻ ആണോ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഈ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ ഇപ്പോ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഉണ്ട്, രണ്ട് വിഭാഗങ്ങളുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞ പോലെ മുസ്ലിങ്ങളുടെ സുന്നി ഷിയ ഉണ്ട്. സുന്നികളാണ് എണ്ണത്തിൽ കൂടുതൽ. ഷിയാക്കളും സുന്നികളുമായിട്ട് നല്ല വൈരാഗ്യമുണ്ട്, അവർ തമ്മിലുള്ള നല്ല സംഘർഷവും നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ഒരു ഷിയാക്കളുടെ രാജ്യമാണ്, ഷിയ മുസ്ലിങ്ങളാണ് അവിടെ കൂടുതൽ. അല്ല, ഷിയാക്കളുടെ രാജ്യം ആയിരുന്നു അല്ലേ? അല്ല, ഇവരെല്ലാം ഷിയാക്കളാ. ഇവരെല്ലാം ഇപ്പോഴത്തെ ഇറാൻകാരെല്ലാം ഷിയ വിശ്വാസം. മറ്റേന്ന് പറഞ്ഞാൽ സുന്നികളാണ് ഈ സൗദിയൊക്കെ. അപ്പൊ ഈ സുന്നി രാജ്യങ്ങളാണ് ഈ ഇറാനെ നേരിടാൻ വേണ്ടി ഇവരെ സഹായിക്കുന്നത്. ഇവൻ പറഞ്ഞ ഖത്തറിൽ പോലും അമേരിക്കയുടെ സൈനിക ബേസ് ഉണ്ട്. അല്ല, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വ്യത്യാസം ഈ നമ്മൾ ചുരുക്കി പറഞ്ഞാല് അധികാര തർക്കം വന്നിട്ട് രണ്ട് ഗ്രൂപ്പ് ആയതാണ് മുഹമ്മദിന്റെ മരണശേഷം വന്നിട്ട്. പിന്നെ ഇപ്പൊ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ ഇപ്പൊ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും പോലെ രണ്ട് ഗ്രൂപ്പ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, എളുപ്പമാണ്. ഈ രണ്ടു കൂട്ടരും മുഹമ്മദിനെ അംഗീകരിക്കുന്നുണ്ടോ? മുഹമ്മദിനൊക്കെ അംഗീകരിക്കുന്നു.
മുഹമ്മദിനെ ഇപ്പൊ യേശു ക്രിസ്തുവിനെ കത്തോലിക്കരും അംഗീകരിക്കുന്നുണ്ട്, പെന്തക്കോസ്തുകാരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ വല്ല പ്രയോജനമുണ്ടോ? അപ്പൊ നമ്മുടെ വിഷയം ഇന്നത്തെ യുദ്ധ വിഷയം ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ വിഷയമാണ്. അല്ല, അത് ഞാനേ നമ്മൾ ഒരേ ഭാഗം തീർത്തു പോണി ഈ കേൾക്കുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അതിന് ഈ ആളുകൾ ഈ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നല്ലാതെ ആൾക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് നമുക്കൊരു അറിവ് വേണമല്ലോ. ചുമ്മാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വിട്ടൊരു കാര്യമില്ല. തന്നെയല്ല, ഞാൻ പല സ്ഥലത്തും ചെന്ന് ഇപ്പൊ എന്നോട് ആളുകൾ പറഞ്ഞു, സാജി ബ്രദർ വളരെ ക്ലിയർ ആയിട്ട് ഒരു ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ഈ കഴിഞ്ഞ തൃശ്ശൂരും അവിടെ ഇവിടെ എല്ലാം പോയി പറഞ്ഞു. ഇപ്പൊ ഷിബു ബ്രദറിനോടൊക്കെ ആളുകൾ സംസാരിക്കുന്നെങ്കിലും നിങ്ങൾ തമ്മിൽ ഉപദേശപരമായ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ പോലും സാജി ബ്രദർ ഓരോ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരൂടെ അത് കേട്ടപ്പോൾ ഞാൻ ഇച്ചിരൂടെ ഒന്ന് അലർട്ടായി. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഭാഗം അടച്ചു പോകാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നബിദിനം അവൻ ആഘോഷിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ ആഘോഷിക്കാന്ന് വെച്ചാൽ പറഞ്ഞു, ഞങ്ങൾ വേറൊരു വിഭാഗമാണ്. അപ്പൊ ഞാനതും പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാൻ പറഞ്ഞില്ല. അപ്പൊ എന്നോട് അദ്ദേഹം ചോദിച്ചു, സാറിന് ഈ മുസ്ലിങ്ങളെ കുറിച്ച് അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. എന്നാൽ ഞങ്ങളൊരു വിഭാഗം ഇത് ആഘോഷിക്കാറില്ലെന്നു. അതെനിക്ക് മനസ്സിലായില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഇറാനിൽ താമസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നല്ലേ പറഞ്ഞേ? അതെ, അതായത് ഈ ഷിയായും സുന്നി എന്ന് പറഞ്ഞ് രണ്ട് ഗ്രൂപ്പ് മുസ്ലിങ്ങളിലുണ്ട്. സുന്നികളായ എണ്ണത്തിൽ കൂടുതലുള്ള, മനസ്സിലായി. ഷിയാക്കൾ എണ്ണത്തിൽ കുറവാണ്. പക്ഷെ ഷിയാക്കൊക്കെ ഭയങ്കര മതതീവ്രവാദം ഉള്ളവരാണ്. എണ്ണം കുറവാണെങ്കിൽ ഈ ബ്രദറൻകാരൊക്കെ എണ്ണം കുറവാണെങ്കിലും ഭയങ്കര നീറ് പോലെ നിൽക്കുകയല്ലേ. അതുപോലെ ഓക്കെ. അപ്പം ഈ ഇറാന് ഈ സൗദിയോ മറ്റ് രാജ്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇറാൻ ഇതാണ് പ്രശ്നം. ഇവര് തമ്മിൽ മതപരമായിട്ട്, ഇത് ഭരണപരമായിട്ടുള്ള ഇപ്പൊ മുഹമ്മദിന്റെ മരണശേഷം ഇത് ആര് ഭരിക്കണമെന്ന് പറഞ്ഞിട്ടൊരു തർക്കം ഉണ്ടായതാണ് ഇതിന്റെ ഒറിജിനൽ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. മുഹമ്മദിന്റെ ഏറ്റവും ക്ലോസ് അനുയായി ആയിരുന്നു അബൂബക്കർ. അപ്പൊ അബൂബക്കറുടെ നേതൃത്വം അംഗീകരിച്ച ഒരു ഗ്രൂപ്പും അത് പറ്റത്തില്ല, മുഹമ്മദിനെ കുടുംബപരമായിട്ട് മുഹമ്മദിന്റെ കുടുംബത്തിൽ മുഹമ്മദിന്റെ മകൻ അലി ആകണമെന്ന് മറ്റേ ഗ്രൂപ്പും വന്ന് അങ്ങനെ ഈ മുഹമ്മദിന്റെ ശവം വെച്ച് ഇവർ തർക്കിച്ച് 4 ദിവസം ശവം അടക്കാതെ അവിടെ കിടന്നൊക്കെയാ പറയുന്നത്. 3-4 ദിവസം ഈ ശവം ചീഞ്ഞിട്ടും ഇവിടെ തർക്കം തീർന്നില്ല, മനസ്സിലായി. അതായത് മുഹമ്മദ് നബിയുടെ ശവം കാര്യമല്ലേ പറയുന്നേ? ശവം അവിടെ കിടന്നു, ആരും അടക്കിയൊന്നുമില്ല. കാരണം ഇവർക്ക് അടിക്കാനായിരുന്നു താല്പര്യം. അല്ല, അപ്പൊ അത് ഇപ്പൊ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോ അവർ ഭയങ്കര വയലന്റ് ആകുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ തെളിവുള്ള കാര്യങ്ങളാണോ? തെളിവുള്ള കാര്യമാണ്. പിന്നെ ഇതെല്ലാം അവരുടെ തന്നെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഈ തർക്കം മൂത്ത് കഴിഞ്ഞ, അതുകൊണ്ടാണ് പിന്നീട് ഇവര് ഈ ശവം അടക്കുന്നതിനെ സംബന്ധിച്ച് ഉടനെ അടക്കണോ എന്നുള്ള ഒരു നിയമമൊക്കെ ഇപ്പൊ അവർക്കുണ്ട്. പക്ഷെ അവരുടെ പ്രവാചകൻ അങ്ങനെ അടക്കാനൊന്നും പറ്റിയില്ല. ഈ വഴക്ക് പിടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം ഇത് ആരാണ് അടുത്ത. പക്ഷെ യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നോക്ക്, കുരിശെന്ന് അന്ന് സന്ധ്യ ആകുന്നതിന് മുമ്പ് തന്നെ ഇറക്കിയിട്ട് യഥോചിതം 100 റാത്തൽ സുഗന്ധദ്രവ്യം പൊതിഞ്ഞ് എത്ര ഉചിതമായിട്ട് ആരെയും വെച്ചിട്ടില്ലാത്ത പുത്തൻ കലറ കൊണ്ടുവച്ചു, മനസ്സിലായോ? സലോമൻ പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ മുഹമ്മദ് നബിയുടെ മരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അലി മുഹമ്മദ് എന്ന് പറഞ്ഞ തൃശ്ശൂരിലുള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി കഴിഞ്ഞേ വിടുകയുള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞ, അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊന്നതാണെന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് തെളിവുണ്ടെങ്കിലേ പറയാവുള്ളൂ, അല്ലെങ്കിൽ നാളെ ഇവര് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് യഹൂദ സ്ത്രീ വിഷം കൊടുത്താന്ന് ഒരു ഇതാണ്. യഹൂദ സ്ത്രീയാണ് വിഷം കൊടുത്താന്ന് പറയുന്നത്. അത് നമ്മുടെ വിഷയമല്ല. ഇപ്പം ഇതൊന്നും നമ്മളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല. നമ്മള് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വിഷം കൊടുത്ത് കൊല്ലുവോ കൊള്ളാതിരിക്കുവോ? അപ്പൊ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാല് ഈ യുദ്ധത്തിന്റെ കാരണം എന്താന്നുള്ളതും അതിന്റെ അവലോകനമാണ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ സുന്നി ഷിയ വ്യത്യാസം നമ്മുടെ ഈ ചർച്ചയിൽ ഒരു പ്രസക്തമല്ല. പിന്നെ സാജു പാഷ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞ, അപ്പൊ ഈ സൗദിയും ഖത്തറും ഒക്കെ സുന്നി രാജ്യങ്ങളാണ്. പക്ഷെ ഈ ഇറാനെതിരായിട്ടുള്ള ഈ ഉഡായിപ്പ് പ്രോക്സി വാറുകൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്നത് ഖത്തറാണ്. പക്ഷെ ഈ ഖത്തർ ഇത് ചെയ്യുന്ന, ഞാൻ ചോദിക്കുന്നത്, ഈ അത് കേൾക്കുന്നവർക്ക് മനസ്സിലായി, ഈ പ്രോക്സി വാർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? എനിക്കത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഈ ജനങ്ങൾ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകണ്ടേ? പ്രോക്സി വാർ എന്ന് പറഞ്ഞാൽ നേരിട്ട് യുദ്ധം ചെയ്യാതെ വേറെ ആള്, ഇപ്പൊ ഇറാൻ നേരിട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നില്ല,
പക്ഷേ പിന്നെ ഈ പറഞ്ഞ ഹമാസും ഹിസ്ബുള്ളയും അവരെയൊക്കെ ഫണ്ട് ചെയ്ത് അവരെ കൊണ്ട് അടുപ്പിക്കുക. ചോദിച്ചു വരുമ്പോഴേക്കോ ഞങ്ങൾ ശുദ്ധന്മാര്, ഞങ്ങൾ ആരും ഒന്നും ചെയ്തില്ല, നമ്മൾ അറിഞ്ഞിട്ടുമില്ല. ഇപ്പൊ ഖത്തർ ഒരിക്കലും ഇസ്രായേലിനോട് യുദ്ധം. അപ്പൊ ശരിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് മുഴുവൻ ഇറാന്റെ ഒരു തലച്ചോറാണ് അല്ലെ? യെസ്, ഇറാൻ ആണെന്നുള്ളത് ഇസ്രായേൽ ഇന്റലിജൻസ് കണ്ടെത്തി. ഇസ്രായേൽ ഇന്റലിജൻസ് അത് കൃത്യമായിട്ട് കണ്ടെത്തി. അപ്പൊ അതിന് പ്രോക്സി വാർ ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ഇറാനെ അടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത്. 12 ദിവസത്തെ യുദ്ധം നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ 12 ദിവസത്തെ യുദ്ധം പെട്ടെന്നൊരു നിർത്തലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഇരു ഭാഗത്തും ഉണ്ടായിട്ടുള്ള ഇതിന്റെ ആക്രമണത്തെ കുറിച്ചും ഇതിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ചും അതിന്റെ ആ ഇതൊക്കെ ഒന്ന് പറയാമോ? എന്താ യഥാർത്ഥത്തിലുള്ള സംഭവം? അല്ല, ഇതിനകത്തിപ്പോ അതിന്റെ മുഴുവൻ ഡേറ്റ ഒന്നും എന്റെ കയ്യിലില്ല. അത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് എപ്പോഴും കണ്ടോണ്ടിരുന്ന. പിന്നെ ഞാനത് ചുരുക്കം പറയാം. ഇസ്രായേലിന്റെ വിമാനങ്ങൾ മണിക്കൂറുകൾ ഇറാന്റെ ആകാശത്ത് പറന്നു കിടന്നു നിർബാധം. അത് തന്നെ ഒരു രാജ്യത്തിന് അപമാനമാണ്. ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി ഭേദിച്ച് കയറി ആ രാജ്യത്തൂടെ സ്വതന്ത്രമായിട്ട് സ്വൈര്യവികാരം നടത്തി എന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ ഒരു രാജ്യം പരാജയപ്പെടാനില്ല. എന്നിട്ടും ഇറാൻ വിജയിച്ചു, ഇറാൻ എന്തോ വലിയ മേന്മയുണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന മലയാളി മാപ്രകൾക്ക് നല്ല നടുവിരൽ നമസ്കാരം അർപ്പിക്കുക. കാരണം ഇതിൽ കൂടുതൽ ഒരു രാജ്യം തയ്യാറുണ്ടോ? നിർബാധം ഇസ്രായേലിന്റെ വിമാനങ്ങൾ 6 മണിക്കൂറൊക്കെയാണ് ഇറാനകത്തോട്ട് കയറി കഴിഞ്ഞാൽ തിരിച്ചു പോരാ. 6 മണിക്കൂർ തപ്പുക, താന്ന് പറന്ന് ക്ലോസ് ആയിട്ടൊക്കെ നോക്കുക എന്തൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ അത്രയും വന്നിട്ടും ആ രാജ്യത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അമേരിക്കയുടെ B-2 ബോംബർ വിമാനം ഇവിടുന്ന് മിസൂറി, അമേരിക്കയുടെ സെൻട്രൽ പാർട്ട് മിസൂറിയിൽ നിന്ന് 7 വിമാനാണ് പൊങ്ങുന്നത്. അത് ഒരു വിമാനം 20,000 കോടി രൂപ വിലയാണ്. ആ 7 വിമാനം ഇവിടുന്ന് പൊങ്ങി. ഇതാ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചൊന്നും പോകാൻ പറ്റത്തില്ല. ഇത് കാരണം ഇത് പൊങ്ങുന്ന സമയത്ത് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അങ്ങനെ അധികം പെട്രോളൊക്കെ അടിക്കാതെയാണ് ഇവർ പൊങ്ങുന്നത്. അപ്പൊ മിഡ് എയറിൽ വെച്ച് ഫ്യൂവൽ ചെയ്യണം എന്ന് പറഞ്ഞ് ഇത് അധികം ദൂരെ ഇത് പറക്കുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും റീഫ്യൂവൽ ചെയ്യണം. അപ്പൊ ഈ വിമാനങ്ങൾക്കുള്ള ഇന്ധനവുമായിട്ട് അകമ്പടി വിമാനങ്ങളും അതെല്ലാം ആകാശത്ത് മധ്യത്തിൽ വെച്ച് ഇന്ധനങ്ങൾ വീണ്ടും വീണ്ടും നിറച്ച് ഇവര് 50 മണിക്കൂർ പറന്ന് ഇവിടെ ഇറാനിൽ പോയി ബോംബിട്ടിട്ട് തിരിച്ചു വന്നു. ആരും അറിഞ്ഞില്ല. ഇവിടെ വലിയ കേമന്മാരെല്ലാം ഉണ്ട്. ഇവർ ട്രംപ് തോറ്റു, അമേരിക്ക തോറ്റു എന്നൊക്കെ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ യുദ്ധത്തിൽ ഒരു താല്പര്യമുള്ള ആളല്ല. പക്ഷെ നിഷ്പക്ഷമായിട്ട് പറയുമ്പോൾ ഇവിടെ ചൈനയുണ്ട്, അമേരിക്ക ഉണ്ട്. അല്ല മിടുക്കന്മാർ പറയുന്നത് നാണ്ട് മിസൂറിന്ന് ഇത്ര വിമാനം പൊങ്ങിയിട്ടുണ്ട്, ഇന്ന റൂട്ടിൽ പൊക്കോണ്ടിരിക്കുന്ന ആരും പറഞ്ഞു. ഇത്രയും സന്നാഹത്തോടെ അമേരിക്ക പോയിട്ട് ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ സന്നാഹത്തോടെ അമേരിക്കക്ക് എവിടെയും പോകാൻ പറ്റും. മനസ്സിലായോ? അമേരിക്ക തന്നെ ലോകത്തിന്റെ നെറുകയിൽ എന്ന് തെളിയിച്ചത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പിന്നെ 30,000 പൗണ്ട് ഭാരമുള്ള 14 ബോംബ് കൊണ്ട് ഈ അകമ്പടി വിമാനങ്ങളെയും കൊണ്ട് മധ്യാകാശത്തിൽ വെച്ച്, ബന്ധക്കോസുകാരുടെ ഭാഷ പറഞ്ഞ മധ്യാകാശത്തിൽ വെച്ച് റീഫ്യൂവൽ ചെയ്ത് അവിടെ കൊണ്ട് ബോംബിട്ട് തിരിച്ച് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടും ആരും അറിഞ്ഞില്ല. പിന്നെ ട്രംപ് ട്വീറ്റ് ചെയ്തപ്പോൾ അറിഞ്ഞത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അമേരിക്ക ലോക പോലീസ് തന്നെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പറയണമായിരുന്നു ദേ വരുന്നു, ഞങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൈനയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ചൈനയാണല്ലോ വലിയ ആളായിട്ടിരിക്കുന്നത്. അതാണ് അമേരിക്കയുടെ വിജയം തന്നെയാണ്. അപ്പൊ അതിന് പകരം ഈ സോപ്പൂട്ടി പോലെ 2 എണ്ണം ഇറാൻ കത്തിച്ചു വിട്ടു. അത് 2 മണിക്കൂർ മുമ്പ് 3 രീതിയിൽ ഖത്തറിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഒരു ചെറിയ എണ്ണം ഇടുകയാണ് അങ്ങോട്ട്, അപ്പൊ ഇട്ടോട്ടെ, എപ്പോഴത്തേനും ഇടണായിരിക്കും, ഒരു 8:30-ക്കും 9:00-നും ഇടയ്ക്ക് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമേരിക്കയെ നേരത്തെ അറിയിച്ചു, ഖത്തറിനെ നേരത്തെ അറിയിച്ചു. എന്നിട്ട് അവർക്ക് ഒരു മനസ്സിനൊരു ആശ്വാസം വരാം. അപ്പൊ ട്രംപ് പറഞ്ഞു അവനൊരു ആശ്വാസം വരട്ടെ, കത്തിക്ക്. അപ്പൊ നമ്മുടെ പിള്ളേരൊന്നും ഇല്ലാത്തടത്തോട്ട്, ആളില്ലാത്ത സ്ഥലത്ത്, അങ്ങനെ ഏറ്റവും ആളില്ലാത്ത സ്ഥലത്തോട്ട് വിടാന്നുള്ള ഗ്യാരണ്ടിയില് ഇവര് കുറച്ച് മിസൈല് ഈ ഇറാൻ കത്തിച്ചു വിട്ടു. അതിൽ 1 ഒഴികെ ബാക്കി മിസൈലെല്ലാം അമേരിക്കൻ ആർമി ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിച്ചും കളഞ്ഞു. അങ്ങനെ ഖത്തറിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു വെടിക്കെട്ട് കാഴ്ച ഫ്രീ ആയിട്ട് കാണാൻ പറ്റി. ഇറാന്റെ സൈനിക വകുപ്പിനെ വിനോദസഞ്ചാര വകുപ്പായിട്ട് പ്രഖ്യാപിക്കാൻ പോവുക. കാരണം ആളുകളെ വെടിക്കെട്ട് കാണിക്കുക, അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരു കോഴി പോലും ചത്തില്ല. ഇത്രയേ ഉള്ളൂ ഇറാൻ. ഇതാണ് സംഭവം. ഇതിനെയാണ് മാപ്രകൾ അവിടെ ഇരുന്ന് മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടാൻ. കേരളത്തിലെ മുസ്ലിങ്ങൾ 95 ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ വേറെയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ മുസ്ലിങ്ങളെ അവരെല്ലാം സുന്നികളാണ്. ഈ സുന്നി രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ ഒരു തരത്തിലല്ല മറ്റു തരത്തിൽ പിന്തുണയ്ക്കുക. മനസ്സിലായോ? അവര് എതിർത്തില്ല. കാരണം ഈ ഷിയാക്കളുടെ രാജ്യമായി ഇറാനിൽ ഉണ്ടാകുന്ന അണുബോംബ് പ്രാഥമികമായിട്ട് യഹൂദിനെ ലക്ഷ്യം വെക്കുന്നെങ്കിലും ആത്യന്തികമായത് ഇവർക്കും ദോഷമാണ്, ഇവർക്കും പേടിയുണ്ട്. പ്രാഥമികമായിട്ട് അത് യഹൂദിനെ ഇറേസ് ചെയ്യാണ്.
അത് ശരിയാണ്. പക്ഷേ യഹൂദന്റെ തഞ്ചത്തിട്ട് കഴിഞ്ഞ് അടുത്തത് എങ്ങോട്ട് ഇടുമെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അവർക്കും പേടിയുണ്ട് ഇറാന്. അതിന്റെ കാര്യം അല്ല, ഈ ഇറാൻ പിന്നെ ഒരു ലോകശക്തിയാണോ ശരി? ഇവർക്ക് എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ ഇത്? അതോടൊപ്പം ഈ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യുറേനിയം എന്ന് പറഞ്ഞാൽ ഒരു ധാതു മൂലകമാണ്. ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനമാണ്. നമ്മൾ പണ്ട് സ്കൂളിൽ പീരിയോഡിക് ടേബിൾ ഒക്കെ പഠിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അങ്ങേയറ്റത്തുള്ള സാധനമാണ് ഈ യുറേനിയം. ഈ യുറേനിയം വിഘടിപ്പിച്ച് ആണ് അതിന്റെ അണുവിഘടനം നടത്തിയിട്ടാണല്ലോ അണുബോംബ് ഉണ്ടാക്കുന്നത്. അപ്പൊ അണുബോംബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ താത്വികമായിട്ട് പറഞ്ഞാൽ ഏത് വസ്തുവിന്റെ ആറ്റത്തെ വിഘടിപ്പിച്ചാൽ എനർജി പുറത്തു വരും. പക്ഷേ ഈ ഇപ്പം തടിയുടെയോ കല്ലിന്റെയോ ഒക്കെ ആറ്റത്തെ വിഘടിപ്പിച്ചു. പക്ഷെ അതൊക്കെ ഇമ്പോസിബിൾ ആണ്, വളരെ ബുദ്ധിമുട്ട് അതിന്റെ ആറ്റങ്ങളെ വിഘടിപ്പിക്കാൻ. അപ്പൊ ആറ്റങ്ങളെ വിഘടിപ്പിക്കാൻ എളുപ്പമുള്ള മൂലകങ്ങളാണ് ഇപ്പൊ യുറേനിയം, തോറിയം, അങ്ങനെയൊക്കെയുള്ള, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ അങ്ങേയറ്റത്ത് കിടക്കുന്ന സാധനങ്ങൾ. ഇപ്പൊ ഈ യുറേനിയം എന്ന് പറഞ്ഞത് സ്വാഭാവിക യുറേനിയം, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന യുറേനിയം അങ്ങനെ എളുപ്പത്തിൽ ഈ വിഘടനം നടക്കത്തില്ല. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? സമ്പുഷ്ടീകരിക്കണം. സമ്പുഷ്ടീകരിക്കാൻ എൻറിച്ച്മെന്റ് ആണ്. അത് 3% സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി ഉപയോഗത്തിന് കൊള്ളാം. എന്ന് പറഞ്ഞാൽ നമ്മള് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് നമുക്ക് പ്രകൃതിജന്യമായ യുറേനിയം 3% ശുദ്ധീകരിച്ചാൽ മതി. നമ്മുടെ ആണവ വൈദ്യുത നിലയങ്ങളിൽ അത് ഉപയോഗിക്കാം. കാരണം അവിടെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ അവർ ക്രമീകരിച്ചിട്ട് ആ എൻവയോൺമെന്റിലാണല്ലോ അണുവിഘടനം നടത്തുന്നത്. അപ്പൊ ആ പ്രത്യേക എൻവയോൺമെന്റിൽ അകത്ത് വെച്ച് ഈ അണുവിഘടനം നടത്തുന്നത് കൊണ്ട് അത്ര പ്യുവർ യുറേനിയത്തിന്റെ ആവശ്യമില്ല. വെറും 3% പ്യൂരിറ്റി ഉള്ള യുറേനിയം മതി. അണുവിഘടനം അവിടെ നടക്കും, അതിൽ നിന്ന് എനർജി റിലീസ് ആവും, അതിനെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആളുകൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അണു ബോംബ് എന്ന് പറയുന്നത് ഓപ്പൺ എൻവയോൺമെന്റിലാണ് സ്ഫോടനം നടക്കേണ്ടത്. അവിടെ പരീക്ഷണശാല, മറ്റ് ഫെസിലിറ്റിയും ഒരു എൻവയോൺമെന്റും ഒന്നുമില്ല. അപ്പൊ ഒരു എൻവയോൺമെന്റും ഇല്ലാതെ അവിടെ ഈ സ്ഫോടനം നടക്കണമെങ്കിൽ ഈ 3% യുറേനിയം പോരാ, അത് എബവ് 90%, അതായത് 90% മുകളിൽ പ്യൂരിറ്റി ഉള്ള യുറേനിയം വേണം. അപ്പൊ ഈ യുറേനിയം എന്ത് ചെയ്യണം? സമ്പുഷ്ടീകരിക്കണം. ആ സമ്പുഷ്ടീകരിക്കുന്ന അതിന് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്, വളരെ വേഗം കറങ്ങുന്ന ഈ സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ചിട്ടാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ 3% യുറേനിയമാണ് സമാധാന ആവശ്യങ്ങൾക്ക്, അതായത് വൈദ്യുതി ഉൽപാദനത്തിന് ആവശ്യമുള്ളത്. അപ്പൊ അതിന് വലിയ ഫെസിലിറ്റിയുടെ ആവശ്യമില്ല ആ സമ്പുഷ്ടീകരണം നടത്താൻ. അപ്പോ ഇറാന്റെ സെൻട്രിഫ്യൂജുകൾ അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ കൃത്യമായിട്ടും അവർ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് സമാധാന ആവശ്യത്തിനല്ല എന്നുള്ളത് വ്യക്തമാക്കുക. ഇത് ഒത്തിരി പേർക്കുള്ള സംശയമാണ്. സാജി പാഷ അത് ചോദിച്ചു നന്നായി. അതായത് ഇവർ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ഞങ്ങൾ വൈദ്യുതി ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. കാരണം വൈദ്യുതി ഉണ്ടാക്കാൻ ഇത്രയും പ്യുവർ യുറേനിയത്തിന്റെ ആവശ്യമില്ല. ഇത്രയും പ്യുവർ യുറേനിയത്തിന് ഒറ്റ ആവശ്യമുള്ളൂ, അത് ആറ്റം ബോംബ് ഉണ്ടാക്കാനാണ്. ഇപ്പൊ മനസ്സിലായോ? സമ്പുഷ്ടീകരണം 90% മുകളിൽ. അപ്പൊ അതിന് വേണ്ട ഫെസിലിറ്റിയാണ് ഇറാൻ ഉണ്ടാക്കി വെച്ചത്. ഓക്കെ. അപ്പൊ ഈ ഇറാൻ ഒരു വലിയ ആണവ ശക്തിയാണോ? ഇറാൻ ഇതുവരെ അങ്ങനെ ആണവ ശക്തി ഉള്ളതായിട്ട് അറിയത്തില്ലല്ലോ. അവര് സമ്പുഷ്ടീകരിക്കുന്നു, അവർക്ക് വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ പൊട്ടിക്കത്തില്ല. ഇറാൻ അങ്ങനെ ആണവ ശക്തിയല്ല. ഇറാൻ ഒരു ശക്തിയല്ലെന്ന്. ഇറാന്റെ ആകാശത്തൂടെ ഇസ്രായേൽ കയറി ഇറാനിൽ കൂടെ നിരങ്ങിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. പിന്നെ എന്ത് ശക്തിയാണ്? അല്ല, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യക്ക് ആണവായുധങ്ങളുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇസ്രായേലിനുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇറാൻ ഇതുണ്ടായിരിക്കാൻ പാടില്ല എന്ന് ഈ നിഷ്കർഷിക്കുന്നതിന്റെ കാര്യം എന്നാ? കാരണം എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാൻ ആണവായുധം ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇസ്രായേലിനുണ്ടല്ലോ, അമേരിക്കയ്ക്ക്, ഇന്ത്യക്കുണ്ട്. ഇസ്രായേലില്ല, ഒഫീഷ്യലി ഇല്ല. ഇസ്രായേൽ ഒഫീഷ്യലി ആണവായുധം ഇല്ല, അണുശക്തി അല്ല ഇസ്രായേൽ. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാ അണുവായുധങ്ങളുള്ള രാജ്യങ്ങൾ ഏതൊക്കെ? അങ്ങനെയാണെങ്കിൽ അണുവായുധങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യ, റഷ്യ, ചൈന, അമേരിക്ക, ഇത്രയും രാജ്യങ്ങൾക്കേ ഉള്ളൂ. 4 രാജ്യങ്ങൾക്ക് ഈ അണുവായുധങ്ങളുള്ളൂ. ഫ്രാൻസിനും ഇറ്റലിക്കും ജർമ്മനിക്കും ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഒക്കെ ഉണ്ടെങ്കിലും അമേരിക്ക കീ കൊടുക്കാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ താത്വികമായിട്ട് അവർക്കുണ്ട്, അവർ ആ ലിസ്റ്റിനകത്ത് ഉണ്ടെന്നുള്ളേ ഉള്ളൂ. അതായത് അണുവായുധ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ അവർ പെട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രായോഗികമായിട്ട് അണുവായുധം പ്രയോഗിക്കാൻ, ഇന്ന് സ്വതന്ത്രമായിട്ട് അണുവായുധം പ്രയോഗിക്കാൻ ഈ ലോകത്ത് കെൽപ്പുള്ളത് 4 രാജ്യങ്ങൾക്കേ ഉള്ളൂ. അത് അമേരിക്ക, റഷ്യ, ഇന്ത്യ, ചൈന, ഈ 4 രാജ്യങ്ങൾക്കേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യ ഒരു വലിയ ശക്തിയാണല്ലോ അപ്പൊ ലോകരാഷ്ട്രങ്ങളിൽ.
നിശ്ചയമായിട്ടും ആണ്. അല്ല, പാകിസ്ഥാനൊന്നും അത്രയും അണുവായുധമില്ല. പാകിസ്ഥാൻ അണുവായുധം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഈ കളിപ്പാട്ടം പോലെ ഒരെണ്ണം അമേരിക്ക കൊടുത്തിരിക്കുന്നത്. അത് ഇന്ത്യയെ ഒതുക്കാനും നിലയ്ക്ക് നിർത്താനും അമേരിക്ക കൊടുത്തിരിക്കുന്ന ഈ പ്രദേശത്തെ ശാക്തിക ബലാബലത്തിന് വേണ്ടി അമേരിക്കൻ സ്പോൺസേഡ്, അതൊരിക്കലും ഇസ്ലാമിക് ബോംബല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക് ആറ്റമിക് ബോംബ് എന്ന് പറയുന്നത്. അപ്പൊ ഇറാന്റെ കൈ വന്നാൽ അത് ഇസ്ലാമിക് ബോംബാവും. പാകിസ്ഥാൻ ഇസ്ലാമിക് രാജ്യമാണ്, പക്ഷെ അവരുടെ പണ്ട് തൊട്ട് ആറ്റം ബോംബ് ഇരിപ്പുണ്ട്. പക്ഷെ അത് ഇസ്ലാമിക് ബോംബല്ല, അത് അമേരിക്കൻ ബോംബ്. അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോ എന്റെ ഒരു പുതിയ അറിവാട്ടോ. കാരണം ഈ 4 രാജ്യങ്ങൾക്ക് ഈ സംഭവം ഉള്ളൂ. അപ്പൊ നോർത്ത് കൊറിയക്ക് ഹൈഡ്രജൻ ബോംബ് ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതെ, ഹൈഡ്രജൻ ബോംബ് അല്ല, ഈ ആറ്റം ബോംബ് തന്നെയാണ്. അതിന്റെ ഒരു വേർഷൻ എന്നുള്ളതേ ഉള്ളൂ. നോർത്ത് കൊറിയക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. നോർത്ത് കൊറിയ പിന്നെ ഒരു സ്വേച്ഛാധിപത്യ രാജ്യം, നമുക്കറിയത്തില്ല. അവര് അണുസ്ഫോടനമൊക്കെ നടത്തിയിട്ടുണ്ട് നോർത്ത് കൊറിയ. ഞാൻ വിട്ടുപോയതാ, നോർത്ത് കൊറിയക്കുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും രാജ്യങ്ങൾക്കുള്ളപ്പോൾ ഇറാൻ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്നൊരു ചോദ്യം ആണ് ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങൾക്കുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ഉണ്ടാക്കിക്കൂടാ? ഇപ്പം നോർത്ത് കൊറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ നോർത്ത് കൊറിയ അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഇനി അവൻ ഭീഷണിയൊക്കെ കിങ് മുഴക്കുന്നുണ്ട്. നോർത്ത് കൊറിയയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. നോർത്ത് കൊറിയയുടെ ശത്രു അമേരിക്കയാണ്. അമേരിക്ക വലിയൊരു രാജ്യമാണ്. ഈ അമേരിക്കയിലോട്ട് നോർത്ത് കൊറിയ ഒരു മിസൈൽ വിട്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് അമേരിക്ക അത് തടയാൻ ശ്രമിക്കും. ഇനി തടഞ്ഞില്ല തന്നെ അമേരിക്ക വന്നൊരു അണുബോംബ് വീണാലും ഒരു സിറ്റി നഷ്ടപ്പെടും അമേരിക്കയ്ക്ക്. അമേരിക്കയിൽ ഒരു സിറ്റി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾക്ക് നോർത്ത് കൊറിയ വൈപ്പ് ഔട്ട് ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റും. അമേരിക്ക കുറെ വിലാപം നടത്തും, ഒരു മോർണിംഗ് എല്ലാം നടത്തും. ദാറ്റ് മീൻസ് അമേരിക്കയ്ക്ക് വലിയൊരു നഷ്ടം വരും. പക്ഷെ അമേരിക്ക ഇവിടെ കാണും. പക്ഷെ ഇസ്രായേലിൽ ഒരു അണുബോംബ് വീണാൽ പിന്നെ വിലപിക്കാനൊന്നും ആരും അവശേഷിക്കില്ല. ഒരു ബോംബിനുള്ളതേ ഉള്ളത്. അതാ വ്യത്യാസം. മനസ്സിലായ വ്യത്യാസം എന്നാണ്? എന്റെ ഫോട്ടോ എടുക്കുകയാണോ? ചിരിച്ചോണ്ടിരിക്കുക. അപ്രത്യക്ഷനായി ഇതെന്നെ മാറ്റിക്കോ. ഒരു ഫോട്ടോ എടുത്ത് നോക്കിയതാ. അപ്പം സംഗതി സ്ക്രീനെ കണ്ടപ്പം സാജു പാസ്റ്റർക്ക് സൗന്ദര്യം കൂടിയെന്ന് സാജു പാസ്റ്റർ ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു കേട്ടോ, ഷിബു പാസ്റ്ററെ ഞാൻ പൊക്കി പറയല്ല, ഒരു CSI കാരൻ എന്നെ ഞാനൊരു ശവോടകമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്ന് ഞാൻ മുഖംമൂടിയൊക്കെ വെച്ചാ ഈ മാസ്ക് ഒക്കെ വെച്ചാ പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. ഞാൻ ഈ മാസ്ക് ഒക്കെ തുറന്ന് സംസാരിച്ചപ്പോ ഈ പുള്ളി, ഞാൻ ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഓടി വന്ന് എന്നെ പരിചയപ്പെട്ടു. എന്നോട് പറഞ്ഞു, അയ്യോ ഗോസ്പൽ ടിവിയിലുള്ള സാജു തോമസ് അല്ലേ, എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വന്നപ്പോഴാണ് ഷിബു പാസ്റ്റർ കാര്യം പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞൊരു വാക്ക് അതേപോലെ ഞാൻ പറയാം. പുള്ളി പറയാം, ആ ഷിബു പാസ്റ്ററുടെ കാല് തൊട്ട് വന്നിക്കണം. എന്നോട് പറയാം, അദ്ദേഹത്തിന്റെ അറിവ് സമ്മതിച്ചു കൊടുത്ത് കാല് തൊട്ട് വന്നിക്കണം, അത്രമാത്രം അറിവ് അദ്ദേഹത്തിന് പറഞ്ഞു. ഇത് വേറെ ബന്ധുക്കോസാരി പറയില്ല, ഞാൻ ഇതുകൊണ്ട് എനിക്ക് ഈ ഉള്ള കാര്യം കൃത്യമായിട്ട് പറയണം. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ യഹോവ വിഷയത്തിൽ പ്രശ്നമാണ്, ഞങ്ങൾ തമ്മിൽ ഉപദേശപരമായി 2 ധ്രുവത്തിൽ നിൽക്കുന്നവരാണ്, എങ്കിലും ഞങ്ങൾ പല വിഷയത്തിൽ ചർച്ച ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഭയങ്കര അറിവ്. ഇത് എങ്ങനെയാണ് ഈ ഇത്ര അറിവ് സമ്പാദിച്ചതെന്ന് എനിക്ക് പിന്നീട് ഒരു ദിവസം ഞാൻ ചോദിച്ചോളാം, ഇന്ന് ചോദിക്കുന്നില്ല. ഇപ്പൊ ഈ ഫോട്ടോ സൗന്ദര്യം കൂടിയെന്ന് തോന്നിയിട്ടാണോ? അല്ല, സൗന്ദര്യം കൂടി, അതിന്റെ ഒരു രഹസ്യം ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇത് പറഞ്ഞു വരട്ടെ ഞാൻ ആ പോയിന്റ് കൃത്യമായിട്ട് വരാം. അപ്പൊ ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഈ ചോദ്യം ഇങ്ങോട്ടത്തിന് മറുപടി പറഞ്ഞു. അതായത് അമേരിക്കയ്ക്കുണ്ട്, ഇന്ത്യക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, നോർത്ത് കൊറിയക്കുണ്ട്, റഷ്യക്കുണ്ട്, 5 രാജ്യങ്ങൾക്കുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതുണ്ടാക്കിയാൽ കുഴപ്പം? അതല്ല ഞാൻ പറഞ്ഞേ, ഇറാന്റെ കയ്യിൽ ഒരു അണുബോംബ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്ലാമിക് ബോംബായിരിക്കും. അതിന്റെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. അപ്പോ ഇസ്രായേലിൽ ഒരു അണുബോംബ് വീണാൽ ഈ കേരളത്തിന്റെ പകുതി വലിപ്പമേ ഉള്ളൂ ഇസ്രായേലിന്. ഇപ്പൊ ഇസ്രായേലിൽ ഒരു അണുബോംബ് വീഴാന്ന് പറഞ്ഞാൽ 100 കൊല്ലത്തേക്ക് അതിന്റെ വികിരണം അവിടെ നിലനിൽക്കും. പിന്നെ 100 കൊല്ലത്തേക്ക് ആ ഭൂപ്രദേശത്ത് ആർക്കും പോകാൻ പറ്റില്ല. അവശേഷിക്കുന്നവരെല്ലാം രോഗികളായിരിക്കും, ക്യാൻസർ രോഗികളും എല്ലാം ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ രാജ്യം ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ ഒറ്റ ബോംബ്. ഇപ്പൊ എത്ര സമർത്ഥനായ ഗോളി കാവൽ നിന്നാലും ഗോൾ വീഴും. ഈ ഫുട്ബോൾ കളി കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് അയൺഡോം ഉണ്ട്, അതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുതന്നെയല്ല, അണുബോംബ് ഒരിക്കലും ഈ അണുവായുധത്തെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടോ? ഇല്ല. അണുവായുധം വഹിച്ചുകൊണ്ടൊരു മിസൈൽ വന്നാൽ അതിനെ തകർത്തിട്ടും കാര്യമില്ല. കാരണം അത് അവിടെ തന്നെ എക്സ്പ്ലോഡ് ആകുന്നത്. അപ്പോ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ, ഇറാൻ ഇങ്ങനെ ഒരു ഇത് വന്നാൽ
ആ ത്രെറ്റ് വന്നു കഴിഞ്ഞ് അവരേത് നിമിഷവും ഇടാം. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ അതിനു മുമ്പ് അവിടെ കയറി അറ്റാക്ക് ചെയ്തെന്നുള്ളൂ. നിലനിൽപ്പിന് വേണ്ടി എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറയും, നിലനിൽപ്പിന്റെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർ അറ്റാക്ക് ചെയ്തതാണ്. അതിന് ഞാൻ ന്യായീകരിക്കുന്നൊന്നുമല്ല. നമ്മൾ ക്രിസ്ത്യാനികളുടെ ഒരു മാതൃകയിലാണെങ്കിൽ നമ്മളെ അവർ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, പൗലോസ്ലീഹയൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മരിക്കാനൊരുങ്ങി പ്രാർത്ഥനയോടെ ഇരിക്കാം. പക്ഷെ അത് യഹൂദനല്ലേ, ഇവന്റെ ചേട്ടനല്ലേ, ഈ ഇവന്റെ പുസ്തകം കോപ്പി അടിച്ചല്ലേ ഇവൻ മതം ഉണ്ടാക്കിയത്. അപ്പൊ ഇവന്റെ തന്ത പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൾ അല്ലേ യഹൂദൻ. ഈ അള്ളാഹുവിന്റെ മൂത്താപ്പനല്ലേ യഹോവ. ആ അപ്പൊ പിന്നെ അവൻ വിടുവോ? അവൻ കേറി നിറങ്ങിയിട്ട് യഹോവ അല്ലല്ല, ഞാൻ പറഞ്ഞ യഹോവ ഇറാനിൽ കയറി നിരങ്ങിയിട്ട് പോന്നിട്ടും അള്ളാഹുവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അള്ളാഹു മോങ്ങിക്കൊണ്ട് നടക്കുക. അതല്ലേ ഈ ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ലേ നടക്കുന്നത്? അതായത് ഇറാനിൽ മുഴുവൻ ഇങ്ങനെ കറങ്ങി നടന്നു കുറെ നാൾ, മണിക്കൂറുകൾ നടന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ടാണ് മലയാളി മാധ്യമങ്ങൾ യുദ്ധമായിരുന്നു. അതെ, യഹോവയും അള്ളാഹുവും തമ്മിലുള്ള യുദ്ധമാണ്. യേശുക്രിസ്തുവിന്റെ വിമാനങ്ങൾ ആരും അറിയാതെ പോയി ബോംബിട്ടിട്ട് പോന്നു ഇവിടുന്ന്, അമേരിക്കന്ന്. പിന്നെ ഇത് യുദ്ധങ്ങള്, ദൈവങ്ങളുടെ യുദ്ധങ്ങള് നമ്മൾ അതൊക്കെ അങ്ങനെ ചിത്രീകരിക്കാൻ നമുക്ക് അങ്ങനെയല്ല ചിന്തിക്കണ്ടേ സഹോദര. അതായത് ജൂസും മുസ്ലിംസും തമ്മിൽ യുദ്ധം നടക്കുന്നു, ക്രിസ്ത്യൻ വിമാനങ്ങൾ ആരും അറിയാതെ പോയി ബോംബെടുത്തു. അതാണ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അവതരിപ്പിക്കുന്ന അങ്ങനെയല്ലേ. അല്ലെങ്കിൽ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ നുണ പറയുന്നത്? വോട്ട് കിട്ടാൻ വേണ്ടി, കാശ് കിട്ടാൻ വേണ്ടി, പരസ്യം കിട്ടാൻ വേണ്ടി. മുസ്ലിങ്ങൾക്ക് എന്തുമാത്രം സ്ഥാപനങ്ങളുണ്ടെന്നറിയോ കേരളത്തിൽ തന്നെ? ഇപ്പൊ 95 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. സെൻസസ് വന്നാൽ അറിയത്തുള്ളൂ മുസ്ലിങ്ങൾ ഒരുപക്ഷെ 1 കോടി കൂടുതൽ കാണും. അപ്പൊ അത്രയും മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങള്, ഇപ്പൊ ലുലു അടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം മുസ്ലിങ്ങളുടെയാ. അവരുടെ കയ്യിൽ നിന്ന് എത്ര കോടി രൂപയുടെ പരസ്യം ഒരു വർഷം ഇങ്ങോട്ട് കിട്ടുന്നറിയോ? ഈ പത്രങ്ങൾക്കും ടി വിക്കും ഒക്കെ പിടികിട്ടിയോ? അപ്പൊ അവരെ കണക്കിട്ട് ആ ഹാഷ്മി എന്ന് പറഞ്ഞവനൊക്കെ ചാകാൻ തുടങ്ങുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ അയച്ചു എന്ന് പറയുമ്പോ അവൻ തുള്ളിച്ചാടുക കിടന്നുണ്ട്. ഈ ഹാഷ്മി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, ഒരു അതുപോലെ തന്നെ തീവ്രവാദിയാണ്. AI വെച്ച് ഈ ടെല്ലവീവ് ഒക്കെ മുഴുവൻ കത്തുന്ന വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നതാണ് AI വെച്ചിട്ട്. പക്ഷെ അത് ഈ റീന ജെറുസലേം അവിടെ നിന്ന് അത് ലൈവായിട്ട് കാണിച്ചു തന്നോട്ടോ. അന്നേരം ഞാൻ വിശ്വസിച്ചത്. പുള്ളിക്കാരി പറഞ്ഞു ഇതാണ് ഇറാന്റെ ബോംബ് വന്ന് വീണ സ്ഥലം എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി ആ കെട്ടിടമൊക്കെ കാണിച്ചു തന്നു. അതുവരെ ഞാൻ ഓർത്തു ശരിയായിരിക്കും, ഇവന്മാര് തട്ട് അവിടെ മിസൈൽ അയച്ച് മുഴുവൻ തകർത്തു ഞാൻ. എന്റെ പൊന്നു സഹോദരൻ, ഞാൻ ചുരുക്കി പറഞ്ഞ തൃശ്ശൂർ പൂരത്തിന് കമ്പം കെട്ടുന്നവന്മാരെ വിളിച്ച ഇതിനേക്കാൾ നല്ല സാധനം ഉണ്ടാക്കി കൊടുക്കും ഇറാന്. ഈ തൃശ്ശൂർ പൂരത്തിന് കമ്പം കെട്ടുന്നു. ഇപ്പൊ അവിടെ കളക്ടറുടെ ഉത്തരവുള്ളതുകൊണ്ട് ഈയിടെ ഒരു അപ്പച്ചൻ ഇരുന്ന് ദുഃഖത്തോടെ പറയുന്നുണ്ട്, ഇപ്പൊ ഈ നിരോധനമൊക്കെ ഉള്ളതുകൊണ്ട് പണ്ടത്തെ ഗംഭീര സാധനം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കനം കുറവുള്ള ഇപ്പൊ ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് കൈ ധരിക്കുക എവിടെ? തൃശ്ശൂർക്കാർക്ക്. അപ്പൊ ഈ ഇറാനി എന്നുള്ള ഈ ഇവിടെയുള്ള ഈ സുഡാപ്പികളുണ്ടല്ലോ കേരളത്തിൽ, അവര് തൃശ്ശൂർ എന്നുള്ള അച്ചായന്മാരെ എന്ത് ചെയ്യണം? ഇറാനി കൊണ്ട് വിടാമെങ്കിൽ നല്ല കിടക്കാച്ചി സാധനം ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ അവരിടുന്നതിനേക്കാൾ നല്ല സാധനം തൃശ്ശൂർക്കാരുണ്ടാക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇറാൻ ഇസ്രായേലിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നാണോ പറയുന്നത്? ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇത്രയും വ്യാജ വാർത്ത കൊടുക്കുന്നത്? എന്താ ഞാൻ ചോദിക്കും, ഒരു പത്രമാധ്യമ സ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് കേട്ടോണ്ടിരിക്കല്ലേ, ഇവന്മാർ ഇത്രയും ഈ കള്ളം പറയുന്നത് എന്നാന്ന് എനിക്ക് അതിനെന്തൊരു ഒരു ഫോഡോ എന്ന് പറഞ്ഞാൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം അമേരിക്കയുടെ B2 ബോംബർ പോയി തകർത്ത് കളഞ്ഞു. 300 മീറ്റർ താഴെ പോയി ഇത് പൊട്ടിയത്. സെൻട്രിഫ്യൂജുകൾ മുഴുവൻ തകർന്ന് തരിപ്പണായി. പിന്നെ അവര് പറയുന്നത് ഞങ്ങൾ അവിടുന്ന് ഏത് സാധനം മാറ്റിയെന്ന് പറഞ്ഞേ, ഒരു തീപ്പെട്ടി മൂവ് ചെയ്യുന്നത് പോലും അമേരിക്ക ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തീപ്പെട്ടിയുടെ വലിപ്പത്തിലുള്ള ഒരു സാധനം പോലും അന്നേരമാണ് ഇവര് കൊണ്ടുപോയി എന്ന് പറഞ്ഞത്. പിന്നെ ഇവര് ഈ മലദ്വാർ ഗോൾഡ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വല്ലതും കൊണ്ടുപോയെന്ന് അറിയത്തില്ല. ഈ യുറേനിയം അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് വെളിച്ചെണ്ണ മുക്കി വല്ലതും അങ്ങനെ വല്ലതും കൊണ്ടുപോയി കാണാം. അല്ലാതെ ഇത് മുഴുവൻ നിരീക്ഷണത്തിൽ, ആരും എങ്ങും കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ എല്ലാ ഗർവും അവസാനം ഈ MOP വീണതോടുകൂടെ അവര് ചൊല്ലിട്ടു. അവർക്ക് മനസ്സിലായി, ഗൗരവം മനസ്സിലായി അതിന്റെ പവർ എന്നാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ യുദ്ധം അവസാനിച്ചു. അതൊരു ഭയങ്കര സാധനമാണ് ആ B2 ബോംബർ എന്ന് പറഞ്ഞ സാധനം. അതിങ്ങനെ വരുന്നതിലേക്ക് വന്നിട്ട് ആ സാധനം. അപ്പം ഞാനത് ചോദിക്കാൻ വന്നതാണ്. സംഭവത്തിലേ ഉള്ളൂ, ഈ യുറേനിയം അവരവിടുന്ന് മാറ്റി എന്നാണ് ഇപ്പൊ അവർ വീരവാദം മുഴക്കുന്നത്. അതിനിപ്പോ പാസ്റ്റർ അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ശരിക്കും ഈ
ന്യൂയോർക്കിലെയും വാഷിങ്ടണിലും ഒക്കെ ഈ പത്രങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് യുറേനിയം അവരവിടെ നിന്ന് മാറ്റിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായപ്പോൾ ട്രംപ് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നു. അതിൻ്റെ അകത്ത് എന്താണ് യാഥാർത്ഥ്യം? അതെ, അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമേരിക്കയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റും ഇതില് വൺസ് ആൻഡ് ഫോർ എവർ. പക്ഷെ അമേരിക്ക വിൽ നെവർ ഡു ദാറ്റ്. കാരണം ഈ ഇറാന്റെ എല്ലാം നശിപ്പിച്ചെന്നും അവന്റെ കയ്യിൽ ഇനി യുറേനിയം ഇല്ലെന്നും അമേരിക്ക പ്രൂവ് ചെയ്താൽ ആ നിമിഷം അവിടെയുള്ള ഒരു 10-25 സുന്നി രാജ്യങ്ങൾ നിവർന്നു നിന്ന് ശ്വാസം വിടും. അത് പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഇവിടുന്ന് പിന്നെ ആയുധ കച്ചവടം നടക്കത്തില്ല. അപ്പോ ഇസ്രായേലിന് സമാധാനം വരുത്താൻ വേണ്ടി ഇസ്രായേലിന് സന്തോഷമായി, നെതന്യാഹുവിന് സന്തോഷമായി, വെടിനിർത്താന്ന് പറഞ്ഞ കാരണം അവർ ആഗ്രഹിച്ച കാര്യം അമേരിക്ക ചെയ്തു കൊടുത്തു. ഇറാന്റെ കേന്ദ്രം തകർത്തു. ഇസ്രായേലിന് പ്രശ്നമില്ല, ഇസ്രായേലിന് അത് മതി. പക്ഷെ അതേസമയം തന്നെ വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കണം. ഇറാനൊരു ക്ഷീണം വരരുത്. ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ വേറെ ഇരിപ്പുണ്ട്. അപ്പൊ അതൊരു ഉമ്മാക്കി എന്ന് പറയും. ഈ ഉമ്മാക്കി കാണിച്ചിട്ട് ഇറാൻ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു 6 ബോംബ് വരെ ഉണ്ടാക്കാനുള്ള സാധനം ഞങ്ങളിൽ ഉണ്ടാന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള സുന്നി മേത്തന്മാരെന്ത് ചെയ്തോളൂ പേടിച്ചോണ്ടിരിക്കും. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് സൈനിക സംരക്ഷണം കൊടുക്കുന്ന വകെ ബില്യൺ കണക്കിന് ഡോളർ അമേരിക്കയ്ക്ക് എല്ലാ കൊല്ലം മേടിക്കുകയും ചെയ്യാം. എന്നാൽ ഇറാനെ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്ത് പ്രദേശം കംപ്ലീറ്റ് ക്ലീൻ ചെയ്താൽ ഈ വരുമാനം നിന്നു പോകും. പിടികിട്ടിയോ? ഇത്രയുള്ള അതാണ് അമേരിക്കൻ സ്ട്രാറ്റജി. അല്ല, ഇറാനിൽ ഒരു പൂക്കാച്ചുള ഇല്ല, അവനെ അടിച്ചു നിരത്തി കളഞ്ഞിരിക്കുന്നു, അവന്റെ പരിപാടി തീർന്നിരിക്കുന്നു, അവൻ ഇനി പൊങ്ങത്തില്ല. പക്ഷേ ഈ ജാതികള് ബുദ്ധിയില്ലാത്തവന്മാരെ കളിപ്പിച്ച് കാശ് മേടിക്കാൻ വേണ്ടി ഇനി വണ്ടി ഉണ്ടെന്ന് അവൻ പറയുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും, നോക്കാം, പരിശോധിക്കാം, അന്വേഷിക്കാം എന്നൊക്കെ പറയും. അപ്പൊ അന്വേഷണവും പരിശോധന അതിന്റെ ഭാഗമായിട്ട് വീണ്ടും കാശ് കിട്ടും. ഇതൊരു വലിയ ബിസിനസ് ആണ്. ഇങ്ങനെ ഷോ മസ്റ്റ് ഗോ ഓൺ. അല്ല, ഞാൻ ഈ അധികം ചാനൽ കാണുന്ന ഈ ഷാജൻ സക്കറിയയുടെ മറുനാടൻ വളരെ നല്ലൊരു ചാനലാണ്. വളരെ പണ്ഡിതനായ ഒരു മനുഷ്യനാണ് ഈ ഷാജൻ. പക്ഷെ ആ പുള്ളിക്കാരൻ ഈ ദിവസങ്ങളിലെല്ലാം ഈ ഇസ്രായേലിനെ ട്രംപ് കബളിപ്പിച്ചു എന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2-3 വീഡിയോ ഇപ്പൊ ഞാൻ കേട്ടു. അത് പുള്ളിയാ പറയുന്നെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യം കാണും സൗര. കാരണം പുള്ളി അതുപോലെ അറിവുള്ള ആളും കഴിവുള്ള ആളും ഭയങ്കര ഇൻഫർമേഷൻ ഉള്ള ആളാണ് ഷാജൻ സക്കറിയ. അത് സാജു പാഷ എല്ലാ ദിവസവും കാണുന്ന നല്ലതാ കേട്ടോ. ഞാനത് കാണാറുണ്ട്. പക്ഷേ വളരെ നല്ല പുള്ളിക്കാരൻ പറയുന്ന അമേരിക്കയെ ട്രംപ് ഇവരെ ഈ നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ഇസ്രായേലിനെയും ഇറാനെയും ചതിച്ചു എന്നൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത. അയ്യോ, നോബൽ സമ്മാനം എന്ന് പറയുന്നത് അങ്ങനെ അത്ര വിലപിടിപ്പുള്ള ഒരു സാധനമാണോ? നോബൽ സമ്മാനം അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണോ കിട്ടുന്നതെന്ന് പറഞ്ഞു? ഈ ജെനുവിനായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു യുദ്ധമല്ലേ ഇപ്പൊ ട്രംപ് ഇടപെട്ട് നിന്നത്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം പഹൽഗാമിൽ കൂട്ടക്കൊലയെ തുടർന്നുണ്ടായത് ട്രംപ് പറഞ്ഞു വിട്ടിട്ടാണോ കൊന്നേ? അല്ല. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തോണ്ടിരുന്നപ്പോ ആരാ അത് പറഞ്ഞു നിർത്തിയേ? അത് ട്രംപാ നിർത്തിയത്. ട്രംപല്ലേ പറഞ്ഞേ നിർത്തിയിരിക്കുന്നു. ട്രംപ് ട്വീറ്റ് ചെയ്തു, അത് കഴിഞ്ഞപ്പോ നിർത്തി. ഇപ്പൊ ഇസ്രായേലും ഇറാനുമായിട്ടുള്ള വെടി നിർത്തിയിരിക്കുന്നത് ട്രംപ് പറഞ്ഞ 6 മണിക്കൂറിനാ പ്രശ്നം തീരാതെ തീർന്നു. ഇതെല്ലാം ട്രംപാ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു മണ്ടത്തരം തന്നെ ഉള്ളൂ. അപ്പൊ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പലരും പറയുന്നു. കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ, കിട്ടുന്നെങ്കിൽ അദ്ദേഹം മേടിക്കട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. പിന്നെ നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ഇത്രയും വലിയൊരു റിസ്ക് എടുത്തു എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നല്ല. അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹനാണോ, അദ്ദേഹത്തിന് കൊടുക്കണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. നോബൽ സമ്മാനം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതിന് ഒരു വിലയും ഞാൻ കാണുന്നില്ല. കാരണം മലാല യൂസഫിനും ബറാക് ഒബാമയ്ക്കും ഒക്കെ കൊടുത്തോടുകൂടി അതിന്റെ വില പോയി. 14 വയസ്സുള്ള പാകിസ്ഥാൻകാരി ഒരുത്തി ഉണ്ടല്ലോ, കുണ്ടിയിൽ ഗുണ്ടിർ കണ്ണാന്ന് പറഞ്ഞ് വെടികൊണ്ടെന്ന് പറഞ്ഞു വന്ന അതിന് നോബൽ സമ്മാനം. അത് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി കൊടുത്ത. മുസ്ലിങ്ങൾക്ക് പഠിച്ചിട്ടോ നോബൽ സമ്മാനം കിട്ടത്തില്ല. അതാ ഉണ്ട കണ്ടിട്ടിലും ഒരു നോബൽ സമ്മാനം ഇരിക്കട്ടെ, ഏറ്റവും ചെറിയ പ്രായത്തിൽ വെടികൊണ്ട സ്ത്രീ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ മലാലയ്ക്ക് വരെ കൊടുത്ത് വില പോയ ഒരു എന്നാ പറയുന്നേ, ഒരു വിലയില്ലാത്ത ഒരു സാധനം. അതിനുവേണ്ടി ട്രംപ് ഇത്രയും റിസ്ക് എടുക്കും? എനിക്കറിയത്തില്ല. ഒരു ഗ്ലോറി ഇല്ല. നോബൽ സമ്മാനത്തിന് ഒരു കാലത്ത് ഒരു ഗ്ലോറി ഉണ്ടായിരുന്നു, മനസ്സിലായോ? ദാറ്റ് വാസ് ഇൻ എ ബൈഗോൺ എറ. നോമോർ അതൊരു ഗ്ലോറിയസ് ഒരു അവാർഡൊന്നും അല്ല നോബൽ സമ്മാനം. ഓക്കെ, പാസ്റ്റർക്ക് വേറെ മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും 1-2 ചോദ്യം കൂടെ. ഇനി എന്താണ് ഇറാന്റെ ഒരു അടുത്ത പദ്ധതി? അതുപോലെ ഇസ്രായേലിന്റെ ഒരു അടുത്ത നീക്കം എന്തായിരിക്കും? അല്ലെങ്കിൽ ഇറാൻ ഏതാണ്ട് ഒരു സമ്പൂർണമായ തകർച്ചയിലേക്ക് വന്നു എന്ന് പറയുന്നു.
സാമ്പത്തികപരമായിട്ട്, അതുപോലെ ഈ ഇറാന്റെ ആയുധം. ഇറാന്റെ പ്രകൃതി വിഭവങ്ങളും അവിടുത്തെ മനുഷ്യ വിഭവവും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ വെച്ച് ഇറാനെ നല്ലൊരു രാജ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നേതൃത്വം അവിടെ വന്നാൽ ആ ജനത്തിന് അനുഗ്രഹമായിരിക്കും. പക്ഷെ അതുണ്ടാകുമെന്ന് അറിയത്തില്ല. ഈ മത നേതൃത്വം തന്നെയാണ് ഇറാനിൽ തുടരുന്നതെങ്കിൽ ഇറാൻ വളരെ പുറകോട്ട് പൊക്കോണ്ടിരിക്കും മനുഷ്യ പുരോഗതിയിൽ. ഇസ്രായേൽ വളരെയധികം മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു മിസൈൽ വരുമ്പോൾ $1000 പോലും $500 പോലും മുടക്കില്ലാത്ത ചീപ്പ് സാധനം ഇവര് കത്തിച്ചു വിടുന്നത്. അപ്പൊ ഇതിനെ തടയാൻ വേണ്ടി ഇസ്രായേൽ തിരിച്ചടിക്കേണ്ട മിസൈലിന് $10,000 അധികം വിലയുള്ളതാണ്. അപ്പൊ ഇസ്രായേലിന് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് ഈ ചീപ്പ് മിസൈൽ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചീപ്പ് മിസൈലുകൾ വരുന്നതിനെ ലേസർ ഗൈഡഡ് ആയിട്ട് ഇന്നൊരു സംഗതി അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് 50 പൈസയുടെ മുടക്കം വരത്തുള്ളൂ ഒരു മിസൈൽ അടിച്ചു കളയാൻ. പിന്നെ ഇവർ $500 മിസൈൽ വിട്ട് 50 പൈസയ്ക്ക് അവൻ അടിച്ചു കളയും. അതുകൊണ്ട് ഇസ്രായേൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള പരിശ്രമമാണ് അവർ ഏറ്റവും തീവ്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഒരുപാട് ചെലവേറിയ കാര്യമാണ് ഈ മിസൈൽ പ്രതിരോധം എന്ന് പറയുന്നത്. പിന്നെ നയതന്ത്ര തലത്തിലും ഒക്കെ ആയിട്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലും US-ഉം ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഗ്രോ ടുഗദർ എന്നുള്ള ഒരു നിലപാടിലാണ് നിൽക്കുന്നത്. ഇസ്രായേൽ അമേരിക്കൻ അച്ചുതണ്ട് ലോകത്തൊരു അനിഷേധ ശക്തിയായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അവരെ സമീപകാലത്തൊന്നും ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അമേരിക്കയുടെ B-2 വിമാനം പൊങ്ങിയപ്പോൾ ഈ പറഞ്ഞ ചൈന അണ്ണൻ പറഞ്ഞാൽ മതി, ഏതാണ്ട് അവിടുന്ന് വിമാനം പൊങ്ങിയിട്ടുണ്ട്, ഇന്ന റൂട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അത് പറഞ്ഞോ? അത് പറഞ്ഞിരുന്നെങ്കിൽ ചൈന ലോകത്തിന്റെ നെറുകെ വന്നേനെ. ആര് പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ആരും അറിയാതെ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നും കനത്ത ബോംബ് ഇട്ടിട്ട് തിരിച്ചു വരാൻ കഴിവുള്ള ഒരേ ഒരു ആർമി അമേരിക്കൻ ആർമിയാണ്. അതാണ് അഭിമാനത്തോടെ അല്പം അഹങ്കാരത്തോടെ ട്രംപ് പറഞ്ഞത് കറക്റ്റാ. അല്ലെങ്കിൽ ആരും തെളിയിക്കട്ടെ. ഇന്ന് ലോകത്ത് അമേരിക്കയെ വെല്ലുവിളിക്കാനോ അതിന്റെ നേരെ നിൽക്കാനൊന്നും ഒരുത്തനും ഇല്ല. അത് കൃത്യമല്ല. അദ്ദേഹം എത്ര അഹങ്കാരം നമുക്ക് തോന്നുമെങ്കിലും അതൊരു അഭിമാനത്തോടെ അദ്ദേഹം പറഞ്ഞടാ എന്റെ ആർമി ഉള്ളൂ. കണ്ടില്ലേ, പറ്റൂ, ആർക്കെങ്കിലും പറ്റൂ. ഇത് കണ്ടോ ആരെങ്കിലും? എന്തൊരു സന്നാഹമാ പോയി ബോംബിട്ടേച്ച് തിരിച്ചു വന്ന്. അതാണ്, അത്രേ ഉള്ളൂ. മാപ്രകൾ കിടന്നിങ്ങനെ പറയട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു എത്ര വർഷത്തെ ഒരു പിന്നോക്കം അല്ലെങ്കിൽ ഇറാൻ പുറകോട്ട് പോയി എന്ന് പറയാൻ പറ്റും? പിന്നെ നിശ്ചയമായിട്ടും. കാരണം അവരിനി ആ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കി വരിക, അവരുടെ ഒന്നാമത് തന്നെ അവരുടെ കരുത്ത് നഷ്ടപ്പെട്ടില്ലേ. നമുക്കൊരു രാജ്യത്തിന്റെ കരുത്ത് എന്ന് പറഞ്ഞാൽ മാനസികമായ കരുത്തല്ലേ, അതുണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ട്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇപ്പൊ ഇന്ത്യയിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാരെ ഒരുമിപ്പിക്കുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. നമുക്കൊരു വിഷയം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു. അത് ഇറാൻ അങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടോ? ഇപ്പം അമേരിക്ക ബോംബിട്ടെന്ന് പറഞ്ഞാൽ അവരെ ഒരുമിപ്പിച്ചൊക്കെ നിർത്തുന്നുണ്ട്. ഇറാൻ നശിച്ചു പോകണമെന്ന് ആർക്കാണ് സുഹൃത്തെ ആഗ്രഹം? ഇറാനൊക്കെ നല്ല രാജ്യമാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ശക്തിപ്പെടുമ്പോഴാണ് ലോകം മനുഷ്യൻ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും നന്നാകാനും എല്ലാ രാജ്യങ്ങളും ശ്രേയസിലേക്ക് പോകാനും വേണം നമ്മൾ ആഗ്രഹിക്കാൻ. പക്ഷെ അത് ഒരുത്തനെ നശിപ്പിക്കാൻ വേറൊരുത്തൻ തുനിഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇറാൻ ഈ തിരിച്ചടിയിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊണ്ട് നല്ല കുട്ടിയായിട്ട് അനുസരണം പഠിച്ച് നല്ല നടപ്പ് ശീലിച്ച് പുരോഗതിയുടെ പാതയിൽ സഞ്ചരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇറാന്റെ ഭരണമാറ്റം വരുത്തുമെന്നായിരുന്നു ഇസ്രായേലിന്റെ ഒരു പ്രഖ്യാപനം. അതെന്തായാലും നടത്താൻ പറ്റിയില്ല. അതാ റൈസിംഗ് ലയൺ എന്ന് അവർ പേരിട്ടതാണ്. ഇറാന്റെ പഴയ ഭരണത്തിന്റെ അടയാളം സിംഹമായിരുന്നു, അവരുടെ പഴയ കൊടിയെ. ഷായ അട്ടിമറിക്കുന്നൊക്കെ കാലഘട്ടത്തിൽ. അപ്പം പഴയ ഇറാന്റെ കൊടി ഉയർത്തും, അതാണ് റൈസിംഗ് ലയൺ എന്ന് പേരിട്ട്. അത് സംഭവിച്ചിട്ടില്ല, ഇപ്പൊ സംഭവിച്ചിട്ടില്ല. പക്ഷെ നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാതെ നമുക്ക് എഴുത്തള്ളാന്ന് പറ്റില്ല. നിലവിൽ ഈ രണ്ടു കൂട്ടരും വെടിനിർത്തൽ നിലവിൽ വന്നു. പക്ഷെ ഇത് എത്ര നാള് തുടരും? യുദ്ധം ഇനിയും ആവർത്തിക്കപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇല്ലില്ല, ഈ യുദ്ധം തീർന്നു. ഈ യുദ്ധം ഇനി അടുത്തത് ഈ വർഷം തന്നെ ഈ യൂറോപ്പിൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെവിടെയാണ്? അടുത്ത യൂറോപ്പിലാണ്. റഷ്യയുടെ വിഷയം ഉണ്ടാകും. റഷ്യയും നാറ്റോ സഖ്യവുമായിട്ട് യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വലിയ എലിവേറ്റഡ് സ്കെയിലുള്ള യുദ്ധം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം ഈ ജനുവരി മാസം ഞാനൊരു പ്രോഫസി പറഞ്ഞായിരുന്നു. എന്റെ പ്രോഫസി അല്ല, പഴയ ഒരു നോസ്ട്രഡാമസിന്റെയും ബാബ ഈ വാങ്കയുടെയും ഒക്കെ പ്രോഫസീസ് ഉണ്ട്. അതെല്ലാം പറയുന്നത് ഈ വർഷം യൂറോപ്പിൽ വലിയൊരു യുദ്ധം ഉണ്ടാവുന്ന, ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ കുറിച്ചല്ല. ഇപ്പൊ അവിടെ നാറ്റോയുടെ സൈനിക നീക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
നാറ്റോ റഷ്യക്കെതിരായിട്ടൊരു യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണ് യൂറോപ്പിൽ യുദ്ധം ഉണ്ടാവുമായിരിക്കും. ഈ യുദ്ധം തീർന്നു. ഈ പോട്ടെ, ഇതിപ്പോ നമുക്ക് ഏകദേശം കാര്യം. ഈ യു കെയുടെ ഒരു അവസ്ഥ എന്താണ്? നിലവിൽ യു കെ ഈ ഇസ്ലാമിക് കുടിയേറ്റത്തോടു കൂടെ നശിപ്പിക്കപ്പെട്ടോ ശരിക്കും പറഞ്ഞ? അതായത് ഇപ്പം നമ്മുടെ നല്ലൊരു വീട് ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ട്, നിങ്ങൾ ഇങ്ങനെ സ്വസ്ഥമായിട്ടൊക്കെ താമസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഉത്സവം നടക്കുക. പിന്നെ കുമ്പനാട് കൺവെൻഷൻ ആണെന്ന് വെച്ചു. കുമ്പനാട് കൺവെൻഷൻ, നിങ്ങളെ കുമ്പനാട് ആ വീടെന്ന് വെച്ചു. അപ്പൊ ഈ കുമ്പനാട് കൺവെൻഷനിലെ ഈ വരുന്ന കുമ്പനാട്ടെ കക്കൂസിന് പ്രശ്നമാണല്ലോ എപ്പോഴും, വലിയ വിവാദം. അപ്പൊ ആ ഒരു പാസ്റ്റർ വന്ന് നിങ്ങളുടെ വീട്ടില്, പാസ്റ്ററും ഫാമിലിയും ഒന്ന് കുളിമുറിയൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ പറഞ്ഞാൽ 2 പാസ്റ്റർമാർ വന്നു, 3 പാസ്റ്റർമാർ വന്നു. പിന്നെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പെരക്കകത്ത് മുഴുവൻ ഈ ശൗചകർമാദി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകൾ വന്ന് നിൽക്കുക, പറമ്പിലും എല്ലാ ആളുകൾ. അങ്ങനെ ഒരു 5-6 ദിവസം ഇവരെല്ലാം കയറി ഇറങ്ങി ഒരു 10,000 പേര് നിങ്ങളുടെ വീട്ടിലെ കക്കൂസും യൂസ് ചെയ്ത്, കുളിമുറി യൂസ് ചെയ്ത്, പെരക്കകം യൂസ് ചെയ്ത് ഇങ്ങനെ കയറി ഇറങ്ങി തിരിച്ചു പോയി കഴിയുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? എല്ലാം അളിഞ്ഞു പൊളിഞ്ഞു കിടക്കും. അതുപോലെ ഉണ്ട് ഇപ്പൊ യു കെ. അത്രേ ഉള്ളൂ. ഇത് നമ്മളിത് പറയുമ്പോ വലിയ പ്രശ്നമാണ്. കാരണം ഇവര് ഈ ഭയങ്കര ആക്രമണമാണ്. ഞാന് ഈ കഴിഞ്ഞ വർഷം ഞാൻ ഈ യു കെ പോയായിരുന്നു. കഴിഞ്ഞ മെയില് പോയി ഇംഗ്ലണ്ടിൽ കൂടെ കുറെ സ്ഥലത്തൂടെ ഒക്കെ സഞ്ചരിച്ചു. ഞാൻ 10-20 കൊല്ലം കൂടിയാണ് അവിടെ ചെല്ലുന്നത്. എന്ത് മാറ്റമാണെന്നറിയാം. 20 കൊല്ലം മുമ്പത്തെ യു കെ ഒന്നും അല്ല. പ്രൗഢിയെല്ലാം പോയി. മറ്റേ ഞാൻ ചെല്ലുന്ന സമയത്തെന്ന് പറഞ്ഞാൽ, ഞാനൊരു മങ്ങിപ്പോകുന്ന, ഇപ്പൊ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ ട്രെയിനിന്റെ വാലറ്റം കണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ ഗ്ലോറിയസ് പീരീഡിന്റെ ആ ടെയിലെൻഡ് ഞാൻ കണ്ടതാ. ഞാൻ ചെല്ലുന്ന സമയത്ത് ഭയങ്കര ആ ഗ്ലോറിയിൽ നിന്ന് ആ കാലഘട്ടമൊക്കെ അവസാനിച്ചു. പക്ഷെ അതിന്റെ ഒരു ടെയിലെൻഡ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പോയിട്ടുണ്ടല്ലോ. ലണ്ടൻ കോഴിവെട്ടും ആടുവെട്ടും ആണാണ്. വളരെ തട്ടുകടകൾ. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ആ വഴി സൈഡിലെല്ലാം ഈ കോഴിയെല്ലാം വെട്ടി തൂക്കി, ആടിനെല്ലാം വെട്ടി, അതായത് നല്ല ഒന്നാം തരം പിന്നെ അമ്പലത്തിന്റെ മുമ്പിലും അല്ലെങ്കിൽ തുണിക്കടയുടെ മുമ്പിലും അല്ലെങ്കിൽ ബേക്കറിയുടെ മുമ്പിലും സൈഡിലും എല്ലാം ആ റോട്ടിലും എല്ലാം ഈ ആടിനെ എല്ലാം വെട്ടി തൂക്കി ഇങ്ങനെ തൂക്കിയിട്ടേക്കുക. എന്നിട്ട് അതിന്റെ ചോരയെല്ലാം കൂടെ ആ റോട്ടിലും എല്ലാം കിടന്ന് കോഴിയെ വെട്ടി കണ്ടിച്ച് അവിടെ വെച്ചേക്കുന്നു. അതിന്റെ മണവും നാറ്റവും ഇത് എന്റെ ദൈവമേ, ശരിക്കും പറഞ്ഞ എന്തെങ്കിലും നമ്മൾ പറയാൻ പോയ അവന്മാർ ആ വാക്കത്തി എടുത്ത് കഴുത്ത് വെട്ടിക്കളയും. അതുകൊണ്ട് മൂക്കും പൊത്തി നമ്മൾ പോവുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊരു നിവൃത്തിയില്ല ഇവന്മാരെ കൊണ്ട്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നാളെ ഇവന്മാര് നമ്മളെ തെറി പറയും, അത് വേറെ കാര്യം. പക്ഷേ ഈ വീഡിയോയുടെ പേരിൽ ആർക്കെങ്കിലും തെറി പറയണം തോന്നുന്നുണ്ടെങ്കിൽ ഈ സാജു തോമസിനെ തെറി പറഞ്ഞോണം, എന്നെ പറയരുത്. അല്ലല്ല, അതെന്നെയാണ്, എന്നെയൊന്നും പറയല്ല. അത് ഷിബു ബ്രദറിന് തന്നെ പറയുള്ളൂ. അന്ന് മറ്റേ പിന്നെ ഒരു വിവാദപരമായ ഒരു ഇത് ചെയ്തിട്ട് ഒരുത്തൻ എന്നെ വിളിച്ച് പൂര തെറി പറഞ്ഞു. അവൻ പറഞ്ഞു, നിന്നെ ഞാൻ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ എന്റെ PFIയുടെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഷിബു പാസ്റ്റർ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 700 സാജു തോമസിന്റെ പേര്. എന്തെങ്കിലും ആട്ടെ, എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി ഒരു കാര്യം കൂടെ, ഞാന് പാസ്റ്ററുടെ ഈ ബൈബിൾ പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ കാര്യമോ ഏതാണ്ടൊക്കെ ഒരു ചെറിയൊരു ന്യൂസ് കേട്ടു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇറാന്റെ നാശത്തെ കുറിച്ച് ബൈബിൾ എന്തെങ്കിലും പ്രവചിക്കുന്നുണ്ടോ? ഒന്നുമില്ല, ബൈബിളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഈ ബൈബിൾ ടോട്ടലി, ബൈബിളിലെ പ്രവചനങ്ങളെല്ലാം ഫുൾഫിൽ ആയി കഴിഞ്ഞതാണ്. ബൈബിളിലെ പ്രവചനങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം ബിബ്ലിക്കൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട. ബിബ്ലിക്കൽ ഇസ്രായേൽ ഡൺ അവേ, AD 70 ഡൺ അവേ ആയി. AD 70 കൊണ്ട് അത് തീർന്നു. ഇന്നുള്ള ഈ കാണുന്ന ഇസ്രായേൽ ബിബ്ലിക്കൽ ഇസ്രായേൽ അല്ല. അതുകൊണ്ട് ഒത്തിരി ക്രിസ്ത്യാനികൾ, ഈവൻ കത്തോലിക്കരും യാക്കോബക്കാരും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ, ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം ഈ സത്യത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം ഇത് 1700 വാർഷിക നിക്കാ സുന്നോദോസിന്റെ ഈ മെയ് ജൂൺ മാസങ്ങളിലാണ് AD 325 1700 വർഷമായി. 1700 വർഷം മുമ്പ് പ്രഖ്യാപിച്ച സത്യവിശ്വാസത്തിന്റെ കടക്കെ കത്തിവെക്കുന്ന പാട്ടാ ഇസ്രായേലിൻ നാഥൻ. ആ പാട്ടിന്റെ പ്രത്യേകത അറിയോ? ഇസ്രായേലിൻ നാഥനായി വാഴുന്ന ഏക ദൈവം,
മണ്ണിൽ മനുഷ്യനായെന്ന എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ ഏകദൈവമാണ് യേശുക്രിസ്തുവായിട്ട് വന്നതെന്നാണ് ഈ പാട്ട് പാടുന്നത്. അത് ക്രിസ്ത്യ വിശ്വാസത്തിനെതിരാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിൽ ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ആൻഡ് സെൻഡ് ഹിസ് സൺ. അപ്പൊ ദൈവം തന്റെ പുത്രനെ അയച്ചു, ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്നുള്ളതാണ് ക്രിസ്ത്യ വിശ്വാസം. പക്ഷെ ഈ പാട്ട് എന്നാന്നറിയോ? ഇസ്രായേലിൻ നാഥനായി. ഈ പാട്ട് യാക്കോബായിലെ അച്ഛന്മാര് കൈകൊട്ടി പാടുമ്പം യാക്കോബായിലെ മെത്രാച്ചന്മാരും തലയാട്ടി നിൽക്കും. ഓർത്തഡോക്സിലെ മെത്രാന്മാരും ഈ പാട്ട് പാടും. കത്തോലിക്ക ബിഷപ്പുമാര്, കത്തോലിക്ക ഗായക സംഘം ഈ പാട്ട് പാടും. കത്തോലിക്കരെ ഇത് ഉണ്ടാക്കിയത്. പെന്തക്കോസുകാരും പാടും. അപ്പൊ പെന്തക്കോസുകാരും കത്തോലിക്കരും ബ്രദറൻകാരും എല്ലാവരും ചേർന്ന് ഈ 1700 വർഷം മുമ്പ് നിക്കിയായിൽ ചേർന്ന് സത്യവിശ്വാസം പ്രഖ്യാപിച്ച പിതാക്കന്മാരെ അവഹേളിക്കുന്ന, അവരുടെ പള്ളയ്ക്ക് കത്തി കയറ്റുന്ന, അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന പാട്ടാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ക്രിസ്തീയ ഗാനം. ഇത് മോസ്റ്റ് പോപ്പുലർ ക്രിസ്ത്യൻ സോങ് ഇൻ മലയാളം. ഇറക്കിയത് അതെ, ആര് പാട്ടേ. പക്ഷെ ഈ പാട്ട് ഒന്ന് ഓർത്തു നോക്കിയേ. ഈ ഇസ്രായേലിന്റെ നാഥനായ ഏക ദൈവം എന്ത് ചെയ്തു? ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, പിന്നെ മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു. കുഴപ്പമില്ല, ബിബ്ലിക്കൽ നരേഷനാ. അത് കഴിഞ്ഞ് പറയാണ് അദ്ദേഹം എന്ത് ചെയ്തു? തിരുനീളവും ദിവ്യഭോജ്യവുമായ. അപ്പം ഇസ്രായേലിന്റെ ഏകദൈവം ഇവിടെ വന്ന് കുരിശിൽ മരിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ പാട്ട് പാടാൻ പറ്റിയത് സെബാസ്റ്റ്യൻ പുന്നക്കലിനും മറ്റേ റീന ഫ്രാൻസിസിനും ഒക്കെ പാടാൻ പറ്റിയ പാട്ടാണ്. അവര് ഘോഷിക്കുന്ന വിശ്വാസമാണ് ആ പാട്ടിലുള്ളത്, സത്യവിശ്വാസമല്ല. പക്ഷെ ഇവിടെയുള്ള മെത്രാച്ചന്മാർക്കും അച്ഛന്മാർക്കും എല്ലാം പാസ്റ്റർമാർക്കും എല്ലാം വലിയ ഇഷ്ടം ആ പാട്ട്. ഇതുപോലെ തന്നെയാണ്, ഇതെല്ലാം ഹെററ്റിക് സോങ്ങുകളാണ്. അല്ല, ഇത് പറഞ്ഞു തന്നില്ല. ഇസ്രായേലിൻ ദൈവം എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ ഇസ്രായേൽ അല്ല ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് ചോദിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈ കേരളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏതെങ്കിലും TV ചാനലുകള്, വാർത്താ ചാനലുകള്, പത്രമാധ്യമങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സത്യസന്ധമായ വാർത്ത. അതെ, ഇത് പോസ്റ്റ് ട്രൂത്ത് എറായാണ്. അതായത് ഈ പറഞ്ഞ ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറി തന്നെ നിർവചിച്ചിരിക്കുന്നത് പോസ്റ്റ് ട്രൂത്ത് എറ. പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് പറഞ്ഞാൽ സത്യാനന്തര കാലഘട്ടമാണിത്. സത്യം മരിച്ചുപോയി, ഇത് സത്യാനന്തര കാലഘട്ടമാണ്. അപ്പൊ ഈ എറയെ പറയുന്നത് മോഡേൺ എറ, ആധുനിക യുഗം, പോസ്റ്റ് മോഡേൺ എറ, ഉത്തരാധുനിക യുഗം, ഇങ്ങനെ കാലഘട്ടത്തെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആധുനിക യുഗവും കഴിഞ്ഞു, ഉത്തരാധുനിക യുഗവും കഴിഞ്ഞു. ഇത് സത്യാനന്തര കാലഘട്ടമാണ്. സത്യാനന്തര കാലഘട്ടം എന്ന് പറഞ്ഞാൽ സത്യം എന്നേ മരിച്ചു. ഇന്ന് സത്യം സൃഷ്ടിക്കപ്പെടുകയാണ്. സത്യം ചത്തുപോയി. സത്യത്തെ എന്ത് ചെയ്യാണ്? ഓരോരുത്തരും അവനവൻ ഇഷ്ടമുള്ള രീതി ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന സത്യങ്ങളാണ് ഇന്നുള്ളത്. ആ സത്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ടൂൾസും അവൈലബിൾ ആണ്. ഓരോ ഓൺലൈൻ മീഡിയയും, ഓരോ TV ചാനലുകളും, ഓരോ രാഷ്ട്രീയ പാർട്ടികളും, ഓരോ കോർപ്പറേറ്റ് കമ്പനികളും അവർക്ക് വേണ്ടി സത്യത്തെ ക്രിയേറ്റ് ചെയ്യുന്നു. സത്യം മരിച്ചു. അതുകൊണ്ട് ഇത് സത്യാനന്തര കാലഘട്ടമാണ്. അപ്പൊ സത്യാനന്തര കാലഘട്ടത്തിൽ ട്രസ്റ്റ് വർത്തി ചാനൽ ഉണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. ഇല്ല. അല്ല, ഈ അടുത്തിടയ്ക്ക് കോടതി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്രമാധ്യമങ്ങളുടെ വാർത്ത കേട്ട് കേസെടുക്കാൻ പറ്റിയല്ലെന്ന് ഒരു സംഭവം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് സത്യാനന്തര കാലഘട്ടമാണ്. അതുകൊണ്ട് സത്യത്തെ ചാനലുകളിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കി ഒരു കാര്യം, ഞാന് ഈ ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ, ഒരു ഫേസ്ബുക്ക് വീഡിയോ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ അശ്ലീല കമന്റുകൾ എഴുതുന്നത് ഈ പറയപ്പെടുന്ന ആളുകൾ. അത് വൃത്തികേടെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് വൃത്തികേട്. അത് അശ്ലീലം എന്ന് പറഞ്ഞാൽ സെക്സ് പരമായ കാര്യങ്ങൾ മുഴുവൻ എഴുതി വിടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേക മത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത് ചെയ്യുന്നത്? അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരാനായിട്ടൊരു കാരണം? അവരുടെ പ്രസംഗങ്ങളില്ല, അവരുടെ മതപ്രസംഗങ്ങളിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ കൂടുതൽ. രാത്രിയിലൊക്കെ ഇങ്ങനെ കണ്ണും പിടിച്ചിരുന്ന ആളുകൾ കേൾക്കുമ്പം അവര് പറയുന്നത് ഈ സ്ത്രീകളുടെ ശരീരവർണ്ണന, ലൈംഗിക ബന്ധത്തിൽ കിട്ടുന്ന ആസ്വാദ്യകരമായ അനുഭവങ്ങൾ, ഇതേപ്പറ്റിയൊക്കെ അതൊക്കെയാണ് ഉറക്കളച്ചിരുന്ന് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യണം? അവർക്കതല്ലേ പറയുന്നത്. അത് പിന്നീട് ഒന്നുകൂടെ ആ വിഷയത്തെ കുറിച്ചൊന്ന് പഠിക്കാനുണ്ട്. ഞാൻ ഈ കമന്റുകളെല്ലാം നോക്കിയപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ തോന്നി, അറപ്പും വെറുപ്പും തോന്നി. നമ്മൾ പറയല്ലേ, നമ്മളൊക്കെ എത്ര മാന്യമായിട്ടാണ് ഒരേ കമന്റുകളൊക്കെ എഴുതിവിടുന്നത്. ഓക്കെ, എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന പോലെ
ഉള്ളൊരു ഈ പച്ച കള്ളമാണ് ഇവർ പടച്ചുവിടുന്നതെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുക. യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ യുദ്ധം എന്നും ഒരു നാശം തന്നെയാണ്, യുദ്ധം ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ ഇറാന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ പറയുന്നത്. ഇറാൻ ട്രംപ് വിളിച്ച് ഇറാനോട് ഈ യുദ്ധം ഒന്ന് എങ്ങനെയും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് കാല് പിടിച്ചെന്നാണ് ഇപ്പോഴത്തെ പത്രവാർത്തയൊക്കെ വരുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, ചേടാ ഇതൊക്കെ ഇത് എന്തൊരു സംഭവം, ഇതൊക്കെ ശരിയാണോ? കാരണം ഇവര് പറയുന്ന ഇറാന്റെ കൂടെ റഷ്യയും ചൈനയും ഉള്ളത് കൊണ്ട് ട്രംപ് പേടിച്ചു പോയെന്നാണ്. പേടിച്ചു പെരക്കും ഇതെന്ന് പറഞ്ഞാല് പേടിച്ച ട്രംപാണോ ഇവിടുന്ന് 7 ബോംബർ വിട്ടാണ് ബോംബിട്ടേച്ച് പോകുന്നത്? ഓക്കെ, എന്തെങ്കിലും ട്രംപ് ഇസ്രായേലിന് വഴി നിർത്തിച്ച് പോടാന്ന് പറഞ്ഞ അവിടെയൊന്നും ഒന്നുമില്ല, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇറാൻ എന്ന് പറയുന്നൊന്നും ഒരു വലിയ എന്താ പറയാ വലിയ ശക്തിയുള്ള രാജ്യം അല്ല എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഈ യുദ്ധത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇവര് പറയുന്നത് പോലെയല്ല, ഒന്നുമില്ല. ഇറാൻ എന്ന് പറഞ്ഞത് ചരിത്രത്തിലൊരു കോമഡി ആയിട്ട് മാത്രം അടയാളപ്പെടുത്തും, അത്രേ ഉള്ളൂ. അതൊരു ശക്തിയോ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ചർച്ചയിൽ നമുക്ക് വീണ്ടും കാണാം. വളരെയധികം നന്ദി. താങ്ക് യു.